ദൈവത്തിന്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 2025 ഏപ്രിൽ മാസം 28 യോഹന്നാനെഴുതിയ സുവിശേഷം എന്ന പുസ്തക പഠനത്തിന്റെ പരമ്പരയിൽ 66ാമത്തെ ക്ലാസ്സിലേക്കാണ് നാം പ്രവേശിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ച് നിർത്തിയിരുന്നത് യോഹന്നാനെഴുതിയ സുവിശേഷം 19-ാം അധ്യായം അതിന്റെ 6-7 വാക്യങ്ങളായിരുന്നു. 6 വരെയുള്ള വാക്യങ്ങളായിരുന്നു. മഹാപുരോഹിതന്മാർ ചേവകരും അവനെ കണ്ടപ്പോൾ ക്രൂശിക്ക എന്ന് ആർത്ത് വിളിച്ചു. പീലാത്തോസ് അവരോട്, നിങ്ങൾ അവനെ കൊണ്ടുപോയി ക്രൂശിപ്പീൻ, ഞാനോ അവനിൽ കുറ്റം കാണുന്നില്ല എന്ന് പറഞ്ഞു. യേശുക്രിസ്തുവിന്റെ യാഗത്തോടുള്ള ബന്ധത്തിൽ അവൻ പരമയാഗമായി തീരുവാൻ വേണ്ടി കുഞ്ഞാട് അറുക്കപ്പെടണമെന്നുള്ളത് സ്വർഗീയ ദൈവത്തിന്റെ ലോകസ്ഥാപനത്തിന് മുമ്പുള്ള പദ്ധതി പ്രകാരം അന്ന് പ്ലാൻ ചെയ്തിരുന്ന ആ കാര്യം നിറവേറപ്പെടുന്നതിനുള്ള ബന്ധത്തിൽ വിവിധമായ പ്രവാചകന്മാർ വിവിധ സന്ദർഭങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വചനങ്ങളെല്ലാം ഒന്നൊന്നായി പൂർത്തീകരിക്കപ്പെടുന്ന സന്ദർഭമാണ് കഴിഞ്ഞ 2000 വർഷം മുമ്പ് യെരുശലേമിന്റെ ഭൂമിയുടെ മധ്യഭാഗമായിരിക്കുന്ന യെരുശലേമിൽ സംഭവിച്ചത്. അവിടെ യേശുക്രിസ്തു ഉയർത്തപ്പെടണമെന്നുള്ളതും അവൻ അവിടുന്ന് കാൽവറി യാഗമായി തീരുവാൻ അഥവാ ക്രൂശിൽ ഉയർത്തപ്പെടുന്നത് സകല മനുഷ്യവംശത്തിനും വേണ്ടിയുള്ള രക്ഷയ്ക്ക് നിദാനമായി തീരാൻ വേണ്ടിയാണ്. അതിനുള്ള കാരണമായിട്ടാണ് യേശുവോട് ഉയർത്തപ്പെട്ടത് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിപ്പാനായിട്ട് ഇടയാത്തത്. ഇന്ന് രാത്രിയിൽ റോമൻ നാടുവാഴിയായിരിക്കുന്ന പീലാത്തോസ് അവനാണ് അന്ന് അധികാരമുള്ളത്. ഒരുവനെ ക്രൂശിക്കണമോ വിട്ടയക്കണമോ എന്നുള്ളതായ രാഷ്ട്രീയ അധികാരം അവനാണുള്ളത്. ഇവർക്ക് മതപരമായിട്ടുള്ള അധികാരപ്രകാരം ഒരുവനെ കല്ലെറിഞ്ഞു കൊല്ലാനൊക്കെയുള്ള അധികാരമുണ്ട്. എന്നാൽ അത് ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം അത് അങ്ങനെ ഒരു കുറ്റം ചുമത്തി യേശുവിനെ കല്ലെറിഞ്ഞു കൊല്ലുവാനുള്ളതായ യാതൊരുവിധമായ കാര്യങ്ങൾ അവർക്ക് കിട്ടാതിരുന്നപ്പോഴാണ് അവർ രാജ്യദ്രോഹ കുറ്റം ചുമത്തുവാൻ വേണ്ടി പീലാത്തോസിന്റെ മുമ്പിൽ യേശുവിനെ കൊണ്ടുവന്നത്. കാരണം യേശുവിനെ സാധാരണ ഒരു വ്യക്തിയെ പോലെ മതത്തിന്റെ പ്രമാണം പറഞ്ഞ് ന്യായപ്രമാണത്തിന്റെ പ്രമാണം പറഞ്ഞവനെ കല്ലെറിഞ്ഞു കൊല്ലാൻ കഴിയത്തില്ല. എന്നാൽ അവനെ കൊല്ലണമെങ്കിൽ അന്നത്തെ രാജഭരണത്തിന്റെ നാടുവാഴിയായിരിക്കുന്ന പീലാത്തോസിന്റെ അല്ലെങ്കിൽ അന്നത്തെ നാടുവാഴിയുടെ അനുവാദം കൂടി വേണം. എങ്കിൽ മാത്രമേ അവനെ ക്രൂശിൽ അവനെ തറച്ചു കൊല്ലുവാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് അവര് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് മഹാപുരോഹിതന്മാരും ചേവകന്മാരും പരീശന്മാരും അന്നുണ്ടായിരുന്ന സകല ക്രിസ്തു വിരുദ്ധ ആൾക്കാരും ഒരുമിച്ച് കൂടുവാൻ ഇടയാക്കുന്നത്. അത് അവർ ഒരുമിച്ച് കൂടിയത് യേശുവിനെ ക്രൂശിക്കണം എന്നുള്ള ഒരു ചിന്ത. അന്ന് അവർ കണ്ടിരുന്നത് ഭയാനകമായിരിക്കുന്ന യേശു റോമൻ ഭരണത്തിന്റെ സാമ്രാജ്യത്തിന്റെ വധശിക്ഷയായിരിക്കുന്ന ക്രൂശീകരണത്തിന്റെ ഭയാനകത കണ്ടുകൊണ്ട് യേശു മരിക്കുമ്പോൾ കല്ലെറിഞ്ഞങ്ങനെ അവൻ മരിച്ചാൽ അതുകൊണ്ട് അത് കാര്യമല്ല. ഇവൻ ചില മണിക്കൂറുകൾ മരണവേദന അനുഭവിച്ച് ക്രൂശിൽ കിടന്ന് യാതന അനുഭവിക്കുന്നത് കാണണം എന്നുള്ളൊരു ചിന്ത കൂടിയാണ് യുവതന്മാരുടെ ചിന്താമണ്ഡലത്തിൽ ഉണ്ടായിരുന്നത്. കാരണം അവർക്ക് അത്രമാത്രം അസൂയ യേശുവിനോടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, അവർക്ക് കല്ലെറിഞ്ഞു കൊല്ലുവാൻ, വ്യഭിചാരിണിയായിരിക്കുന്ന സ്ത്രീയെ പിടിച്ചുകൊണ്ട് വന്നപ്പോൾ കല്ലെറിഞ്ഞു കൊല്ലുവാൻ വേണ്ടിയുള്ള അധികാരം ഉള്ളവരായിരുന്നു അവർക്ക് കല്ലെറിഞ്ഞു കൊല്ലാം. അങ്ങനെ തന്നെ സ്തഫാനസ് അവർ കല്ലെറിഞ്ഞു കൊന്നു. എന്നാൽ യേശുവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ കല്ലെറിഞ്ഞു കൊല്ലുന്ന ഒരു ശിക്ഷ അല്ല അവന് വേണ്ടിയത്. അന്ന് ആ സാമ്രാജ്യമായിരിക്കുന്ന റോമൻ സാമ്രാജ്യത്തിന്റെ കിരാതമായിരിക്കുന്ന വധശിക്ഷയായിരിക്കുന്ന ആ ക്രൂശീകരണത്തിലൂടെ യേശു അവിടെ കിടന്ന് പൊളയണം, അവൻ വേദന പിടിച്ച് പൊളഞ്ഞു കിടക്കുന്നത് കാണണം എന്നുള്ളൊരു ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഇസ്രായേൽ അത്രമാത്രം ഈ ക്രൂശീകരണത്തിന് വേണ്ടി പീലാത്തോസിന്റെ പിന്നാലെ കൂടി എന്നുള്ളതാണ് നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലെങ്കിൽ നമുക്ക് ചോദ്യം വരാം, കാരണം വ്യഭിചാരിണി സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലാൻ അനുവാദത്തിന് വേണ്ടി അവർ വന്നല്ലോ. അന്ന് യേശു അനുവദിച്ചത് ആ സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലുമായിരുന്നു. അതുപോലെ സ്തഫാനോസിന് ശേഷം അവർ കല്ലെറിഞ്ഞു കൊന്നു. എന്നാൽ യേശുവിന്റെ വിഷയം വന്നപ്പോൾ ഇവർ ഇത്രമാത്രം ഈ റോമൻ സാമ്രാജ്യത്തിന്റെ പിന്നാലെ കൂടാൻ കാരണം യേശു വേദന അനുഭവിക്കുന്നവർക്ക് കാണണം. കാരണം അവരുടെ പ്രമാണത്തെ അത്രമാത്രം കുത്തിനോവിപ്പിച്ച ഒരു വ്യക്തിയായതുകൊണ്ട്, അതുവരെയും അങ്ങനെ ഒരു വ്യക്തി അത് ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് അവർ വിചാരിച്ചു ഏത് വിധത്തിലാണെങ്കിലും യേശു നോവിക്കപ്പെടുന്നത്, അവൻ വേദന അനുഭവിക്കുന്നത് അവരുടെ പ്രമാണത്തിനും അവരുടെ പ്രവാചകന്മാർക്കും എതിരായി യേശു നിന്നതുകൊണ്ട് അവൻ വേദനപ്പെട്ട് അവിടെ നിലവിളിച്ച് കിടക്കുന്നത്, അവൻ കുറ്റമേറ്റു പറയുന്നത് കാണണമെന്നുള്ളൊരു ആഗ്രഹത്തോടെയാണ് ഈ യഹൂദന്മാർ
ഇങ്ങനെ ഒരു യേശുവിന്റെ ക്രൂശീകരണത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളെക്കുറിച്ച് അവർ ക്രമീകരിച്ചത്, അതിനുവേണ്ടി അവർ ചിന്തിച്ചത്. എന്നാൽ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണം സ്വർഗത്തിന്റെ പദ്ധതിയായിരുന്നു. ലോകത്തിന്റെ മധ്യഭാഗത്ത് അഥവാ മനുഷ്യനെ എവിടെ സൃഷ്ടിച്ചുവോ അവിടെ കുഞ്ഞാടിന്റെ രക്തം ഒഴുകണമെന്നുള്ളത് മനുഷ്യ സൃഷ്ടിക്ക് മുമ്പ്, ലോക സ്ഥാപനത്തിന് മുമ്പ് ദൈവം പദ്ധതിയിട്ടതാണ്. എവിടെയാണോ മനുഷ്യനെ സൃഷ്ടിക്കുവാനുള്ള മണ്ണ് എടുത്തത് അവിടെയാണ് യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണം സംഭവിച്ചത്. ഞാൻ പറഞ്ഞല്ലോ, യെരുശലേമിലെ മണ്ണാണ് മനുഷ്യനെ മെനയുമായിട്ടെടുത്തത്. അതേക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകത്തിന്റെ പഠനത്തിൽ നമ്മൾ ചിന്തിച്ചിരുന്നു. ഏതെനിലെ മണ്ണല്ല മനുഷ്യനെ മെനയാൻ എടുത്തത്, വേറെ എവിടുത്തെയും മണ്ണല്ല. അത് അബ്രഹാമിന്റെ ജന്മദേശമായിരിക്കുന്ന ഊരിലെ മണ്ണല്ല എടുത്തത്. എന്നാൽ മഹാരാജാവിന്റെ നഗരമായി തീരുവാനുള്ള യെരുശലേമിലെ മണ്ണുകൊണ്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. യെരുശലേമിന്റെ പ്രത്യേകത ദൈവിക പ്രവൃത്തിയുടെ എല്ലാ കാര്യങ്ങളുടെയും തുടക്കവും ആരംഭവും എല്ലാം ആയിരിക്കുന്നത് യെരുശലേമിനെ ഓടുള്ള ബന്ധത്തിലാണ്. അതുകൊണ്ടാണ് യെരുശലേം കൈയടക്കുവാൻ, കീഴ്പ്പെടുത്തുവാൻ, അതിനെ ആധിപത്യമെടുക്കുവാൻ വേണ്ടി സകലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അവസാനമായി എതിർ ക്രിസ്തുവും പ്ലാൻ ചെയ്യുന്നത്, പദ്ധതിയിടുന്നത് ആ സ്ഥലം കൈവശമാക്കണമെന്നുള്ളതാണ്. എന്നാൽ ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി ദൈവത്തിന്റെ മഹാനഗരമായിരിക്കുന്ന യെരുശലേമിലുള്ള ബന്ധത്തിൽ ദൈവം പ്ലാൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കപ്പെടുവാൻ യേശു ജനിച്ചത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ബെത്ലഹേമിലാണ്. അതുപോലെ തന്നെ യേശു വളർന്നത് നസ്രത്തിലാണ്. യേശു ശുശ്രൂഷ ചെയ്തത് ഈ യഹൂദ, ശമരിയ, ഗലീയ, മറ്റുള്ള സ്ഥലങ്ങളിലൂടെ കാണാതെ പോയ ഇസ്രായേൽ ഗോത്രങ്ങളിടയിലൂടെ അവൻ സഞ്ചരിപ്പാൻ ഇടയായി തീർന്നു. അവസാനമായി അവൻ മരിക്കുന്നത് കാൽവറിയിൽ, ഗോൽഗാത്തയിൽ ഉയർത്തപ്പെട്ട ക്രൂശിലാണ്. അപ്പോൾ അവിടെ മരിക്കണമെന്നുള്ളത് ദൈവ പദ്ധതിയായിരുന്നു. അവന്റെ രക്തം അവിടെ വീഴണമെന്നുള്ളത് മനുഷ്യവംശത്തിന്റെ പാപത്തിന് പരിഹാരമായി തീരുവാൻ എവിടെ മനുഷ്യനെ സൃഷ്ടിച്ചുവോ അവിടെ തന്നെ യേശുവിന്റെ രക്തം അത് ഒഴുകണമെന്നുള്ളത് ദൈവ പദ്ധതിയായിരുന്നു. അത് കല്ലെറിഞ്ഞു കൊല്ലപ്പെടുവാനല്ല കർത്താവ് കണ്ടത്. അവന്റെ രക്തം ഓരോ തുള്ളിയായി ക്രൂശിലൂടെ ഒഴുകി മനുഷ്യവംശത്തിന്റെ പാപത്തിന് വേണ്ടി അത് ഏകദേശം 6 മണിക്കൂറോളം ക്രൂശിന്മേൽ ക്രിസ്തുവിന്റെ ശരീരം കിടക്കണമെന്നുള്ളത് ദൈവ പദ്ധതിയായിരുന്നു. അപ്പോൾ ദൈവത്തിന്റെ പദ്ധതി അത് പൂർത്തീകരിപ്പാടേത്. കാരണം യേശുവിനെ ക്രൂശിച്ചത് ഏകദേശം 3 മണി നേരമാണ്. അവന് 9 മണി നേരത്താണ് അവൻ മരിക്കുന്നത്. അപ്പോൾ 6 മണിക്കൂറോളം കുഞ്ഞാടിന്റെ രക്തം അവിടുന്ന് ധാരധാരയായി ഒഴുകുവാനിടത്തുന്നു. അപ്പോൾ യേശു ക്രൂശിൽ കിടന്ന് അതിവേദന എടുക്കുന്നത് കാണാൻ വേണ്ടി കാത്തുനിന്ന യഹൂദന്മാരുണ്ട്. അവർ വിചാരിച്ചത് യഹൂദന്റെ പ്രമാണത്തിന് വിരുദ്ധമായി നിന്നതുകൊണ്ട് അവനെ ഇഞ്ചിഞ്ചായി കൊല്ലണം എന്നുള്ളതായിരുന്നു പ്ലാൻ ചെയ്തത്. എന്നാൽ അവർക്കറിയത്തില്ലായിരുന്നു മനുഷ്യവംശത്തിന് വേണ്ടി യേശുവിന്റെ ഓരോ തുള്ളി രക്തം ഊറ്റപ്പെട്ടപ്പോഴും കോടാനുകോടി മനുഷ്യരുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടിയാ പുണ്യാക രക്തം ഒഴുകപ്പെടുവാൻ ഇടയാറ്റുന്നത്. ഇന്ന് രാത്രിയിലും അന്ന് ഒഴുകപ്പെട്ട യേശുവിന്റെ രക്തത്തിന്റെ ശക്തി ഇന്ന് രാത്രി വ്യാപരിക്കുന്നുണ്ട്. അത് ഏത് മനുഷ്യന്റെ എത്ര കഠിനമായ പാപമാണെങ്കിലും ആ പാപത്തെ പരിഹരിപ്പാൻ കുഞ്ഞാടിന്റെ രക്തത്തിന് സാധിക്കും. ഞാൻ പറഞ്ഞല്ലോ, ലോകത്തിൽ ആദം മുതൽ ലോകത്തിന്റെ അവസാന ദിവസമായിരിക്കുന്ന ഒടുക്കത്തെ നാൾ വരെയുള്ള സകല മനുഷ്യരുടെ പാപത്തിന് പരിഹാരമായിട്ടാണ് യേശുവിന്റെ രക്തം ഒഴുകപ്പെടുവാനിടയാത്തുന്നത്. ഓരോ തുള്ളി രക്തം അത് കാൽവറിയിലൂടെ ഒഴുകിയപ്പോൾ യേശുവിന് പിമ്പ് ജനിച്ചവരും മരിച്ചുപോയവരും അതുപോലെ തന്നെ ക്രിസ്തുവിന് ശേഷം ജനിച്ചവരും മരിച്ചവരുടെയും എല്ലാവരുടെയും പാപത്തിന് പരിഹാരമായി തീരുവാൻ വേണ്ടിയാ കുഞ്ഞാടിന്റെ രക്തം ധാരധാരയായി അത് ഒഴുക്കപ്പെട്ടത്. അത് ഉയരത്തുനിന്ന് ഒരു ജീവന്റെ ജലനദി ഒഴുകുവാൻ ഇടയാറ്റുന്നു. യേശുവിന്റെ രക്തത്തിന്റെ ശക്തി അത് ജീവജലനദിയാ. അത് കടന്നു ചെല്ലുന്നതൊക്കെയും അത് ചലിക്കുന്ന സകല പ്രാണികളും ജീവിക്കും. യേശുവിന്റെ ജീവന്റെ ശക്തി, രക്തത്തിന്റെ ശക്തി എവിടെ എത്തിയിട്ടുണ്ടോ അവിടെയെല്ലാം മരണം മാറിയിട്ടുണ്ട്, അവിടെയെല്ലാം പാപം മാറിയിട്ടുണ്ട്, അവിടെയെല്ലാം ശാപം മാറിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രിയിലും ഈ സന്ദേശം കേൾക്കുന്ന ഏത് ഹൃദയത്തിലും, ഏത് ഭവനത്തിലും, ഏത് ദേശത്തിലും യേശുവിന്റെ സന്ദേശം അത് വ്യാപരിക്കുമ്പോൾ അവിടെ ജീവന്റെ ശക്തി വ്യാപരിക്കുകയും ശുദ്ധീകരണം നടക്കുകയും ചെയ്യും. ഇന്ന് രാത്രിയിലും ശുദ്ധീകരിക്കുന്ന പുണ്യാക രക്തത്തിന്റെ ശക്തി ഇന്ന് രാത്രിയിൽ വ്യാപരിക്കുന്നതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അത് മാറിപ്പോയതല്ല, വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന ശക്തിയാ. അത് നീക്കം വന്നതല്ല, അത് സ്വർഗത്തിൽ നിക്ഷേപമായിരിക്കുകയാണ്. കുഞ്ഞാടിന്റെ രക്തം അത് മുഴുവനും സ്വർഗത്തിൽ എത്തപ്പെടുവാനിടയാത്തുന്നു. അത് ഇന്നും നമുക്ക് വേണ്ടി അത് സംഭരിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ നിന്നാണ് ദൈവത്തിന്റെ ജീവൻ നമ്മളിൽ വ്യാപരിച്ചുകൊണ്ടേയിരിക്കുന്നത്. അപ്പൊ ദൈവ പദ്ധതിയെ അതങ്ങനെ നിർവഹിക്കണമെന്നുള്ളതാണ് ഇവര്
ഈ പീലാത്തോസിന്റെ പിന്നാലെ കൂടി യേശുവിനെ ക്രൂശിക്കണം എന്നുള്ളത് അവർ വളരെയധികം നിർബന്ധപൂർവ്വം ആ കാര്യം പീലാത്തോസിന്റെ പിന്നാലെ നടന്നു. പീലാത്തോസിനാണ് അതിനോട് ഒട്ടും ഇഷ്ടമുള്ള വ്യക്തിയായിരുന്നില്ല. നമുക്കിവിടെ ഈ 18 ഏകദേശം 18-19 അധ്യായങ്ങൾ വായിക്കുമ്പോൾ ഏകദേശം 3-ലധികം പ്രാവശ്യം കുറ്റക്കാരനല്ല എന്ന് പറയുന്നത് കാണുന്നുണ്ട്. അതിന്റെ 19-ാം വാക്യം 18-ാം വാക്യം, ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് പറഞ്ഞു. 19-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം, പീലാത്തോസ് പിന്നെയും പുറത്തു വന്നു, ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് പറഞ്ഞു. അതിന്റെ 19-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം, നിങ്ങൾ അവനെ കൊണ്ടുപോയി ക്രൂശിപ്പീൻ, ഞാനോ അവനിൽ കുറ്റം കാണുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കുറ്റം കാണുന്നില്ലെങ്കിൽ വെറുതെ വിട്ടാൽ പോലെ പീലാത്തോസ്. പക്ഷേ പീലാത്തോസിന് അത് ചെയ്യാൻ കഴിയത്തില്ല. കാരണം അവന് വിടണമെന്നുണ്ടെങ്കിലും അത് ദൈവം സമ്മതിക്കത്തില്ല. കാരണം അവൻ യേശുക്രിസ്തു യാഗമായി തീരണമെന്നുള്ള ദൈവപ്രവർത്തിയ. അപ്പോൾ പീലാത്തോസിന് അവിടെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അവൻ ഒറ്റ കാര്യമേ ചെയ്യാൻ കഴിയത്തില്ല. അവൻ വെള്ളമെടുത്ത് കൈ കഴുകി അവനിൽ നിന്ന് ഒഴിവായി എന്നാണ് മറ്റ് സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ പീലാത്തോസും ഈ യഹൂദന്മാരും തമ്മിലുള്ള വാദപ്രതിവാദങ്ങൾ നടക്കുകയാണ്. എന്തിനു വേണ്ടി അറിയാമോ? സാധാരണഗതിയിൽ ആരും ഇല്ലാത്ത, ഒരു ബന്ധമില്ലാത്ത പീലാത്തോസിന് യേശുവിന്റെ കൂടെ അവന് വേണ്ടി വാദിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ നീതിമാനാണെങ്കിൽ നീതീകരിക്കുന്നവന് വേണ്ടി വാദിക്കുവാൻ വേണ്ടി ദൈവം തന്നെ അവിടെ, നമ്മൾ ഒരുപക്ഷെ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് ദൈവം നമുക്ക് വേണ്ടി ആളെ വയ്ക്കും. അവിടെ നാടുവാഴി തന്നെ യേശുവിനെ വേണ്ടി വാദിക്കുകയാണ്. മറ്റാരുമില്ല, യേശുവിന് വേണ്ടി വാദിക്കുവാൻ ആരുമില്ല. യേശു മൗനമായിട്ട് നിൽക്കുമ്പോൾ യേശു വേണ്ടി വാദിക്കുന്നത് ആരാണോ തീരുമാനമെടുക്കേണ്ടത് അവൻ തന്നെ വാദിച്ച് അവൻ തന്നെ പ്രഖ്യാപിക്കുകയാണ് ഇവനിൽ കുറ്റമില്ലെന്ന്. പക്ഷേ കുറ്റമില്ലെങ്കിലും കുറ്റമില്ലാത്തവനെ, നമ്മുടെ എല്ലാവരുടെയും കുറ്റം മാറ്റുവാൻ വേണ്ടി, നമ്മുടെ എല്ലാവരുടെയും പാപം അവന്റെ മേൽ ചുമത്തപ്പെട്ടതുകൊണ്ട് അവൻ ക്രൂശിക്കപ്പെടണമെന്നുള്ള ദൈവത്തിന്റെ വചനം നിവർത്തീകരിക്കപ്പെടുവാൻ വേണ്ടിയാണ് കുറ്റമില്ല എന്ന് നാടുവാഴി പ്രഖ്യാപിച്ചിട്ടും യേശു കുറ്റവാളിയെ പോലെ തൂക്കപ്പെടുവാൻ ഇടയായി തീർന്നത്. തുടർന്നുള്ള വചനത്തെ വായിക്കുമ്പോൾ യഹൂദന്മാരവനോട്, ഞങ്ങൾക്കൊരു ന്യായപ്രമാണമുണ്ട്, അവൻ തന്നെത്താൻ ദൈവപുത്രൻ ആക്കിയത് കൊണ്ട് ആ ന്യായപ്രകാരം അവൻ മരിക്കേണ്ടതാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞങ്ങൾക്കൊരു ന്യായപ്രമാണമുണ്ട്, ആ പ്രമാണം അനുസരിച്ച് ഇവൻ മരിക്കേണ്ടതാണ്. പക്ഷെ ഞങ്ങളുടെ പ്രമാണം അനുസരിച്ച് ഇവനെ കല്ലെറിഞ്ഞു കൊല്ലുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ അത് ഞങ്ങൾക്ക് വേണ്ട, അതല്ല വേണ്ടിയത്. ഞങ്ങൾക്ക് വേണ്ടിയത് ഇവനെ മരത്തിൽ തൂക്കണം. മരത്തിൽ തൂക്കുന്നവൻ ശപിക്കപ്പെട്ടവനാണ്. അപ്പോൾ ന്യായപ്രമാണം അനുസരിക്കാത്തവൻ ശപിക്കപ്പെട്ടവൻ ആയതുകൊണ്ട് പ്രമാണം അറിയാവുമായിരുന്ന ഈ ആവർത്തന പുസ്തകമൊക്കെ വായിച്ച് പഠിച്ചിട്ടുള്ള പ്രമാണമറിയാവുന്ന മഹാപുരോഹിതന്മാരും അതുപോലെ തന്നെ പരീശന്മാരും ശാസ്ത്രിമാരും എല്ലാവർക്കും അറിയാമായിരുന്നു ന്യായപ്രമാണം അനുസരിക്കാത്തവൻ ശപിക്കപ്പെട്ടവനാണ്. അപ്പോൾ ന്യായപ്രമാണത്തെ ഇവൻ അനുസരിക്കാതിരിക്കുക മാത്രമല്ല, ന്യായപ്രമാണത്തിന് വിരുദ്ധമായി ഇവൻ നിൽക്കുന്നത് കൊണ്ട് ഇവൻ ശപിക്കപ്പെട്ടവരിൽ ഏറ്റവും വലിയ ശാപഗ്രസ്തനായതുകൊണ്ട് അന്ന് ആവർത്തന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രകാരം ഇവനെ മരത്തിന്മേൽ തൂക്കണമെന്നുള്ളത് ഇവർ തീരുമാനിച്ചു. അതുകൊണ്ടാണ് അവർ അങ്ങനെ ഒരു തീരുമാനമെടുത്തത്. അല്ലെങ്കിൽ സംശയം തോന്നും, കല്ലെറിഞ്ഞ് കൊല്ലാനുള്ള വ്യവസ്ഥയിൽ ഉണ്ടായിരുന്ന കല്ലെറിഞ്ഞ് കൊല്ലാമാരും സ്തെഫാനസിനെ കല്ലെറിഞ്ഞ് കൊന്നില്ലേ, വ്യഭിചാരിണിയായിരിക്കുന്ന സ്ത്രീയെ കല്ലെറിഞ്ഞ് കൊല്ലുവാൻ കൊണ്ടുവന്നില്ലേ? എന്നാൽ എന്തുകൊണ്ടാണ് യേശുവിനെ കല്ലെറിയാതിരുന്നത് ചോദിച്ചതിന്റെ അർത്ഥം ഒരു പല പ്രാവശ്യം കല്ലെറിയാൻ വേണ്ടി എടുത്തത്. പക്ഷേ ഒരൊറ്റ കല്ല് പോലും യേശുവിന്റെ ദേഹത്ത് വീഴുവാൻ ദൈവം സമ്മതിച്ചു കൊടുത്തില്ല. ഒരു കല്ല് പോലും അവനെ കൊള്ളുവാൻ സമ്മതിച്ചില്ല. യേശുവിന്റെ പരശുശ്രൂഷയിലെങ്കിൽ ഒരു കരം പോലും അവന്റെ മേൽ വയ്ക്കുവാൻ ഇടതീർന്നില്ല. യേശു അവിടെയൊന്നും ആരും അവനെ തൊടുവാൻ, അവനെ പിടിക്കുവാൻ, കൈവയ്പ്പാൻ സ്വർഗം അനുവദിച്ചു കൊടുത്തില്ല. എന്നാൽ അവൻ പിടിക്കപ്പെടണമെന്നുള്ളതും മരിക്കപ്പെടണമെന്നുള്ളതും സ്വർഗത്തിന്റെ പദ്ധതി ആയതുകൊണ്ട് മാത്രമാണ് സംഭവിച്ചതെന്ന് രാത്രി സന്ദേശം കേൾക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവം അനുവദിക്കാതെ നമ്മുടെ തലയിൽ നിന്നൊരു മുടി താഴെ വീഴുകയില്ല. ദൈവത്തിന്റെ സമയമാണെങ്കിൽ അത് സംഭവിക്കട്ടെ, അതല്ലെങ്കിൽ നമ്മെ സംരക്ഷിക്കുന്ന കരത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ക്രിസ്തുവിനെ മാതൃകയാക്കാൻ പറയുന്നത്. യേശുവിനെ കല്ലെറിയാൻ വേണ്ടി എത്രയോ സന്ദർഭങ്ങൾ അവർ പരിശ്രമിച്ചത്. പക്ഷേ അവർക്കാർക്കും തന്നെ ഒരു കല്ലെറിയുവാൻ സാധിച്ചില്ല.
അവന്റെ മേൽ കൈവയ്ക്കുവാൻ കഴിഞ്ഞില്ല. എന്നാൽ യേശു പിടിക്കപ്പെട്ട ശേഷമായി അവൻ അടിക്കപ്പെട്ടു. യേശു പിടിക്കപ്പെട്ട ശേഷമായി തുപ്പലേറ്റു. യേശു പിടിക്കപ്പെട്ട ശേഷമായി അവൻ നിന്ദിതനായി തീർന്നു. യേശു പിടിക്കപ്പെട്ട ശേഷമായി അവൻ അവമാനിതനായി തീർന്നു. അവനെ ഏതെല്ലാം വിധത്തിൽ പരിഹസിക്കാമോ, ശത്രുവിന് ഏതെല്ലാം ആയുധങ്ങൾ ഒരു മനുഷ്യന് എതിരായി ഉപയോഗിക്കാമോ, ആ ആയുധങ്ങൾ എല്ലാം ഒന്നായി അവൻ ഒന്നിനു പുറകെ ഒന്നായി അത് മുഴുവനും അത് യേശുവിനെതിരായി പ്രയോഗിച്ചപ്പോഴും കാൽവറിയിൽ അവസാനമായി അവന്റെ സാത്താന്റെ സകല പദ്ധതികളും അവൻ അവസാനം കൊല്ലുവാൻ ഇടയാറ്റെന്ന് തൂക്കിയപ്പോഴും അവന്റെ അവസാനത്തെ ആയുധവും ഉപയോഗിച്ചപ്പോൾ യേശു അതിനെയും ജയിപ്പാനായിട്ട് ഇടയാറ്റുന്നു. ഇവിടെ തിന്മയോട് തോൽക്കാൻ നന്മയാൽ തിന്മയെ ജയിക്കുക എന്നുള്ളത് തിന്മ എന്താണെന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ ചെയ്ത കാര്യങ്ങളെ കുറിച്ചാണ്. അവിടെയൊന്നും യേശു തോറ്റുപോയില്ല. അതുകൊണ്ടാണ് ക്രിസ്തു സ്നേഹത്തിന്റെ യുദ്ധം ജയിപ്പാനിടയാത്തുന്നത്. അത് മുഴുവൻ അനുഭവിച്ചു. സാത്താന്റെ ഓരോ ആയുധങ്ങൾ വരുമ്പോഴും അതിനെ ഒന്നൊന്നായി യേശു കാൽവറിയിൽ അത് അവനെന്ത് ചെയ്തു? കീഴടക്കി പരാജയപ്പെടുത്തുവാനിടയാത്തുന്നു. ഒരു വാക്കിൽ പോലും യേശുവിന് തെറ്റ് സംഭവിച്ചില്ല. എല്ലാ ശത്രുവിന്റെ ആയുധങ്ങളെയും ക്രൂശിൽ അവൻ പരസ്യമായി കാഴ്ചയാക്കി അവൻ ആയുധവർക്കം വെപ്പിച്ച് പരസ്യമായി അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി എന്നാണ് ദൈവത്തിൽ പറയുന്നത്. അപ്പോൾ നിന്ന, പരിഹാസം, ദുഃഖം, കഷത, അത് വഞ്ചന ഇതെല്ലാം വന്നപ്പോൾ അവന്റെ ആയുധങ്ങൾ ഒന്നതായി ശത്രു ഓരോന്നും എടുത്ത് പ്രയോഗിച്ചപ്പോൾ അതെല്ലാം പരാജയപ്പെട്ടു. യേശു ജയാളിയായി തീരുവാനിടയായി തീർന്നു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ന്യായപ്രമാണമുണ്ട്, അവൻ തന്നെത്താൻ ദൈവത്തിനാക്കിയത് കൊണ്ട് ആ ന്യായപ്രമാണപ്രകാരം മരിക്കേണ്ടതാകുന്നു എന്നുത്തരം പറഞ്ഞു. ഈ വാക്ക് കേട്ടിട്ട് പീലാത്തോസ് ഏറ്റവും ഭയപ്പെട്ടു. പിന്നെ മനസ്സിലായി, ഈ അവസാനം ഈ വിഷയം എന്റെ തലയ്ക്ക് കൊണ്ടി വെച്ചല്ലോ എന്നാണ് പീലാത്തോസ് വിചാരിച്ചത്. മനസ്സിലായോ? ഈ വാക്ക് കേട്ടിട്ട് പീലാത്തോസ് ഏറ്റവും ഭയപ്പെട്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇത് ഞാൻ അങ്ങ് പെട്ടുപോയല്ലോ, ഇതിനകത്ത് ഇവരുടെ പ്രമാണം അനുസരിച്ച് അങ്ങ് വിധിച്ചിരുന്ന് അങ്ങ് ആ കല്ലെറിഞ്ഞ് കൊന്നിരുന്നെങ്കിൽ എനിക്ക് ഇതിനകത്ത് ഇടപെടേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ എന്ന് ഓർത്തുകൊണ്ടാണ് ഇവൻ ഭയപ്പെട്ടത്. കാരണം മറ്റൊന്നുമല്ല, അവന്റെ ഭാര്യ ദൂതനെ വിട്ട് കാര്യം പറഞ്ഞു, അവൻ നീതിമാനാ, അവന്റെ കാര്യത്തിൽ ഇടപെടരുത് എന്ന് പറഞ്ഞ് സ്വപ്നത്തിൽ ഞാൻ അവൻ മുഖാന്തരമായി ഒരുപാട് കഷ്ടം സഹിച്ചെന്ന് പറഞ്ഞു. സ്വപ്നത്തിൽ കഷ്ടം സഹിച്ച പീലാത്തോസിന്റെ ഭാര്യ എഴുത്തു കൊടുത്തു വിട്ടു, പീലാത്തോസേ, നീ ചെയ്യുന്നത് തെറ്റായ കാര്യമാ, അവൻ നീതിമാനാ, ഇന്നലെ രാത്രി എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല, അവൻ നീതിമാനായിരിക്കുന്നവൻ മുഖാന്തരമായി ഞാൻ സ്വപ്നത്തിൽ വളരെ കഷ്ടപ്പെട്ടെന്നുള്ള രീതിയിൽ അത് അവന് എഴുത്തു കൊടുത്ത് എല്ലാം എഴുത്തവന്റെ കൈവശം ഇരിക്കുക. എന്നാൽ ഇവൻ വിചാരിച്ചു, ഈ ന്യായപ്രമാണം അനുസരിച്ച് യേശുവിനെ അങ്ങ് അവർ തന്നെ അങ്ങ് കൊന്നിരുന്നെങ്കിൽ, ആ കല്ലെറിഞ്ഞ് കൊന്നിരുന്നെങ്കിൽ എനിക്കതിനകത്ത് ഇടേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഈ വാക്ക് കേട്ടിട്ട് പീലാത്തോസ് ഏറ്റവും ഭയപ്പെട്ടത്. നിങ്ങളുടെ ന്യായപ്രമാണം അനുസരിച്ചുകൊണ്ട് അവനെ എന്താന്നാ ചെയ്യാനായിട്ട് പറഞ്ഞ് അവരെ ഏൽപ്പിച്ചു കൊടുത്തത്. പക്ഷെ അവർ സമ്മതിച്ചില്ല. അവർ പറഞ്ഞു, ഞങ്ങൾ വിട്ടുപോകത്തില്ല, ഞങ്ങൾക്ക് ഇവിടുത്തെ പ്രമാണം അനുസരിച്ചിരിക്കുന്ന പീലാത്തോസെ, നിങ്ങളുടെ പ്രമാണമായിരിക്കുന്ന റോമൻ ഗവൺമെന്റിന്റെ പ്രമാണമായിരിക്കുന്ന ഒരു കുറ്റവാളിയെ എങ്ങനെയാണോ കൊന്നുകളയുന്നത്, അത് ക്രൂശീകരിക്കുന്ന ഞങ്ങളുടെ പ്രമാണം അനുസരിച്ച് കല്ലെറിഞ്ഞു കൊല്ലുന്നതാണ്, ഞങ്ങൾക്കത് വേണ്ട. ഇവനെ ഞങ്ങൾക്ക് ഒരു രാജ്യദ്രോഹ കുറ്റം കൂടി ചുമത്തി ഇവനെ ക്രൂശിക്കണം, അതാണ് ഞങ്ങൾക്ക് ആവശ്യം എന്ന് പറഞ്ഞ് പീലാത്തോസിനെ അവർ ഇടയ്ക്ക് വിടുവാനിടയാത്തത്. അതുകൊണ്ടാണ് പീലാത്തോസ് ഏറ്റവും ഭയപ്പെട്ടത്. ഈ വാക്ക് കേട്ട് പീലാത്തോസ് ഏറ്റവും ഭയപ്പെട്ടു. പിന്നെയും ആ സ്ഥാനത്തിൽ ചെന്നു, നീ എവിടെ നിന്ന് ആകുന്നു എന്ന് യേശുവോട് ചോദിച്ചു. നീ എവിടെ നിന്ന്? നീ അറിയാം എവിടെ നിന്നാണ്. പക്ഷേ വീട് ചോദിക്കുക, നീ എവിടെ നിന്നാകുന്നു എന്ന് യേശുവോട് ചോദിച്ചു. യേശു ഉത്തരം പറഞ്ഞില്ല. ഇതിന് ഉത്തരം കിട്ടണം. അപ്പൊ പീലാത്തോസ് വിചാരിച്ചു, നീ എവിടെ നിന്നാകുന്നു, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഈ യഹൂദന്മാർ പറയുന്നതും നീ ഗലീലക്കാരനാണെന്നും നീ യഹൂദൻ എതിരായിട്ട് നിൽക്കുന്നവനാണെന്നും ഒക്കെ ചോദിക്കുമ്പോൾ വാസ്തവത്തിൽ നീ ഇവിടുത്തുകാരനാണോ? നീ എന്താണ് നിന്നെക്കുറിച്ച് ഇത്രമാത്രം പറയാൻ കാരണം എന്നുള്ള ഒരു സംശയത്തോടെ ചോദിച്ചത്, നീ എവിടെ നിന്ന് ആകുന്നതെന്ന്. പിന്നെ എവിടെയാണെന്നുള്ളതും ഹെരോദാവ് വന്ന് വാർത്തപ്പോൾ ഗലീലക്കാരെന്ന് വെച്ചിട്ട് അവന്റെ അടുത്ത് കുറ്റവിചാരണയ്ക്ക് വേണ്ടി വിട്ടതൊക്കെയാണ് ഈ പീലാത്തോസ്. അപ്പൊ യേശുവിനെ എവിടെയാണെന്ന് അറിയാം. പക്ഷേ ഇവന് മനസ്സിലായി, ഇവൻ ഈ ഭൂമിയിലുള്ളവനല്ല, എന്തോ ഒരു വ്യത്യസ്തത ഈ യേശുവിനുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അവൻ ഒന്നുകൂടെ ചോദിക്കുകയാണ്, നീ എവിടെ നിന്നാകുന്നു എന്ന് യേശുവോട് ചോദിച്ചു. യേശു ഉത്തരം പറഞ്ഞില്ല. പീലാത്തോസ് അവനോട്, നിന്നോട് സംസാരിക്കുന്നില്ലയോ, എനിക്ക് നിന്നെ ക്രൂശിപ്പാൻ അധികാരമുണ്ടെന്നും
നിന്നെ വിട്ടയപ്പാൻ അധികാരമുണ്ടെന്നും നീ അറിയുന്നില്ലയോ എന്ന് ചോദിച്ചതിന് യേശു അവനോട്, മേലിൽ നിന്ന് നിനക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ എന്റെ മേൽ നിനക്കൊരു അധികാരവും ഉണ്ടാകെയില്ലായിരുന്നു എന്ന് യേശു പറഞ്ഞു. അപ്പോൾ ഇവിടെ കർത്താവ് എവിടുന്ന് ഉള്ളവനാണെന്നുള്ളതിന്റെ ഉത്തരം കൂടി പറഞ്ഞു. കർത്താവിനറിയാം ഇവിടെ ചോദിച്ചപ്പോൾ ഇവൻ അടുത്ത സെന്റൻസ് പറഞ്ഞിട്ട് മതി അതിന് ഉത്തരം പറയുക എന്നുള്ളത്. അതുകൊണ്ടാണ് ഇവൻ പറഞ്ഞത് ചോദിച്ചെവിടുന്ന മേലിൽ നിന്നുള്ളതാണ്. നീ എവിടുന്നോ ആണ് ചോദിച്ചത്. അപ്പോൾ യേശു പറഞ്ഞു, നിനക്ക് മേലിൽ നിന്ന് നിനക്ക് അധികാരം കിട്ടിയിട്ടില്ലെങ്കിൽ എന്റെ മേൽ ഒരു അധികാരം. അതിന്റെ അർത്ഥം ഞാൻ ഇവിടുത്തുകാരനല്ല, ഞാൻ മേലിൽ നിന്നുള്ളവനാ. നമുക്കറിയാം യോഹന്നാന്റെ സുവിശേഷത്തിൽ എഴുതിയിട്ടുണ്ട്, മേലിൽ നിന്ന് വരുന്നവൻ സകലർക്കും മീതെയുള്ളവൻ. ഈ ലോകത്തിന്റെ ഒരു ഭരണകർത്താക്കൾക്കും യേശുവിനെ വിധിക്കാൻ കഴിയത്തില്ല. ഈ ലോകത്തിന്റെ ഒരു ഭരണത്തിനും ഒരു നിയമസംഹിതകൾക്കും യേശുവിനെ കുറ്റം വിധിക്കാൻ കഴിയത്തില്ല. എന്നാൽ സ്വർഗം അനുവദിച്ചു തന്നതുകൊണ്ട്, എന്തിനു വേണ്ടി? എന്നെയും നിങ്ങളെ രക്ഷിപ്പാൻ വേണ്ടി അവനെ സ്വർഗം അനുവദിച്ചു. മരിക്കാൻ വേണ്ടി നമുക്ക് വേണ്ടി തന്നത് കൊണ്ടാണ് യേശുവിനെ ഈ അധികാരം അവർ ചോദിച്ചു പറഞ്ഞു, നിനക്ക് എന്റെ മേൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ മേലിൽ നിന്ന് നിനക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ എന്റെ മേൽ നിനക്കൊരു അധികാരം ഉണ്ടാകുകയില്ല. എന്നതിന്റെ അർത്ഥം എന്റെ പിതാവ് മേലിലുണ്ട്, അവൻ അനുവദിച്ചത് കൊണ്ടാ പുത്രൻ യാഗമായി തീരുവാൻ തീർന്നിരിക്കുന്നത്. പീലാത്തോസെ, നിനക്കറിയത്തില്ല, നീ ചോദിച്ചത് അറിയാം, നിനക്കറിയാം ഞാൻ എവിടെയാ വളർന്നെന്നറിയാം, ഞാൻ നസ്രയെന്ന് നിനക്കറിയാം, എവിടുന്നാ വന്നതെന്നൊക്കെ നിനക്കറിയാം. പക്ഷേ നിനക്ക് എൻ്റെ അന്ത്യസമയം അടുക്കുമ്പോൾ നിനക്ക് തന്നെ ആകെ ഒരു കൺഫ്യൂഷൻ ആയിരിക്കുക, ഒരു സംശയമായിരിക്കുക, നീ എവിടെ നിന്ന് ആകുന്നതെന്ന് എനിക്കറിയത്തില്ല. കാരണം ഇത്രമാത്രം പരമാർത്ഥതയുള്ള, ഒരു തെറ്റും ചെയ്യാത്ത, നീതിമാനായിരിക്കുന്ന കുറ്റമെല്ലാം ചുമത്തിയിട്ടും അവൻ വായ തോർക്കാതെ മിണ്ടാതിരുന്നു. രോമം കത്തിക്കുന്നതിന് മുമ്പാകെ ഇരിക്കുന്ന ആ ഒരു കുഞ്ഞാടിനെ പോലെ അവൻ അവരുടെ മുമ്പാകെ ഇരിപ്പാട്ടിടയാത്ത. ഇതെല്ലാം കണ്ടപ്പോൾ അവന് മനസ്സിലായി, ഇവൻ സാധാരണക്കാരനല്ല, ഇവൻ ഈ ലോകത്തിൽ നിന്നുള്ളതല്ല. അതുകൊണ്ട് അവൻ ചോദിക്കുന്നു, എവിടെ നിന്നാകുന്നു? അതിന്റെ ഉത്തരം കർത്താവ് പറഞ്ഞു, മേലിൽ നിന്ന് നിനക്ക് കിട്ടിയിട്ടില്ല, കാരണം ഞാന് മേലിൽ നിന്ന് വന്നവനാ. അതുകൊണ്ട് ആ മേലിൽ നിന്നുള്ള പിതാവ് ഇത് അനുവദിച്ചത് കൊണ്ടാ എന്നെ ക്രൂശിപ്പാനായിട്ട് ഇന്ന് ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്ന. അല്ലെങ്കിൽ നീയല്ല, ഈ ലോകത്തിന്റെ ആർക്കും തന്നെ എന്റെ മേലൊരു അധികാരം ഉണ്ടാകിയില്ലായിരുന്നു എന്ന യേശുവോട് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചത്. ഞാൻ കീഴിൽ നിന്നുള്ളവനല്ല, ഞാൻ ഭൂമിയിൽ നിന്നുള്ളവനല്ല, ഞാൻ മേലിൽ നിന്നുള്ളവനാണ്. ആ സ്വർഗീയ പിതാവ് ഉയരത്തുനിന്ന് കൽപ്പന പുറപ്പെടുവിച്ചത് കൊണ്ട് ഞാൻ ഇന്ന് ബന്ധിക്കപ്പെട്ടവനായി, അടിക്കപ്പെട്ടവനായി, തകർക്കപ്പെട്ടവനായി, രോമം പറിക്കപ്പെട്ടവനായി, നിന്നതിനായി, തുപ്പലേറ്റവനായി നിന്റെ മുമ്പിൽ നിൽക്കുന്നത്. ഞാനത് അനുഭവിക്കണമെന്ന് എൻ്റെ ദൈവം, എൻ്റെ പിതാവ് അത് നേരത്തെ പ്ലാൻ ചെയ്തത് കൊണ്ടാണ്. പക്ഷേ ഇതിന്റെ പിമ്പിൽ നിനക്കറിയത്തില്ല, റോമൻ സാമ്രാജ്യത്തിനറിയത്തില്ല, യഹൂദന്മാർക്കറിയത്തില്ല. എന്നാൽ ഇന്ന് ഞാനിവിടെ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് ഒരു കൂട്ടം ജനം തേജസ്സിന്റെ മക്കളായി സ്വർഗത്തിൽ പിതാവാം ദൈവത്തെ ആരാധിക്കുന്ന ഒരു വലിയ സമൂഹം അവിടെ എത്തിച്ചേരണമെങ്കിൽ ഞാനിവിടെ ഇങ്ങനെ ബന്ധിക്കപ്പെട്ടവനായി നിൽക്കണമായിരുന്നു. ബരാത്തിൽ ബന്ധനം അഴിക്കുവാൻ വേണ്ടി യേശു ബന്ധിക്കപ്പെടുവാൻ ഇടയാത്തുന്നു. എന്നെ നിങ്ങളെ തേജസ്സുള്ളവരാക്കി തീർക്കാൻ വേണ്ടി യേശു തേജസ്സില്ലാത്തവനായി തീരുവാൻ ഇടയാത്തുന്നു. നമ്മുടെ നിന്ന മാറ്റുവാൻ വേണ്ടി യേശു നിന്ദിക്കപ്പെടുവാൻ ഇടയാത്തുന്നു. രാത്രിയിൽ കുഞ്ഞാടിനെ നിനക്ക് കാണുവാൻ കഴിയുമെങ്കിൽ അവൻ ബന്ധിക്കപ്പെട്ടവനായി നിൽക്കുന്നത് എന്റെയും നിങ്ങളുടെ ബന്ധങ്ങൾ അഴിക്കാൻ വേണ്ടിയാ. മരിക്കുമ്പോൾ കൈകാലുകൾ ബന്ധിച്ച അടക്കം ചെയ്യുന്നത്. എന്നാൽ കൈകാലുകളെല്ലാം സ്വസ്ഥമായി സ്വാതന്ത്ര്യത്തോടെ പുനരുത്ഥാനം ചെയ്യുന്ന ഒരു നാഴിക വരുവാൻ കാരണമായി തീർന്നത്, സ്വാതന്ത്ര്യത്തോടെ നമ്മൾ ഉയർപ്പിക്കാൻ കാരണമായി തീർന്നത്, നമ്മുടെ ബന്ധനം അഴിച്ച് പുനരുത്ഥാനം നൽകുവാൻ വേണ്ടി, അത് നമ്മെ ജീവന്റെ മക്കളാക്കി തീർക്കുവാൻ, സ്വാതന്ത്ര്യമുള്ളവരാക്കി തീർക്കുവാൻ, തേജസ്സുള്ളവരാക്കി തീർക്കുവാൻ, അവനോടുകൂടി ഇരിക്കുവാൻ വേണ്ടിയാണ് യേശു ബന്ധിതനായി പീലാത്തോസിന് മുമ്പാകെ നിൽക്കുവാൻ ഇടയാത്തത്. ഈ സ്വർഗീയ മർമ്മം അറിയാമെങ്കിൽ, ക്രിസ്തുവിന്റെ സ്നേഹത്തെക്കുറിച്ച് അറിയാമെങ്കിൽ, നമ്മുടെ ഭൗതികമായിരിക്കുന്ന എല്ലാ കാര്യങ്ങളെയും വിട്ട് നാം ദൈവത്തോട് പറയും, കർത്താവേ, ഇത്രമാത്രം പദവി നീ എനിക്ക് വേണ്ടി കരുതിയിട്ടുണ്ടല്ലോ. നീ അടിക്കപ്പെട്ടതും നീ ശിക്ഷ അനുഭവിക്കോട്ടും പ്രിയപ്പെട്ടവരെ, നമുക്കിവിടെ വീട് തരാനോ ജോലി തരാനോ കാറ് തരാനോ എന്തെങ്കിലും കാര്യമായിരുന്നെങ്കിൽ യേശു ഇങ്ങനെ ബന്ധിക്കപ്പെടേണ്ട ആവശ്യമില്ലായിരുന്നു, അവൻ അടിച്ചു തകർക്കപ്പെടേണ്ട ആവശ്യമില്ല, ക്രൂശിക്കപ്പെടേണ്ട ആവശ്യമില്ലായിരുന്നു. ഭൗതികമായിട്ടുള്ളതായിരുന്നെങ്കിൽ എല്ലാം പൊഴിച്ചു തരാൻ കഴിഞ്ഞതിനെ, മന്ന പൊഴിച്ചു കൊടുക്കാൻ കഴിഞ്ഞവന് അനുഗ്രഹം പൊഴിച്ചു തരാൻ കഴിയത്തില്ലായിരുന്നു. കഴിയുമായിരുന്നു. രോഗം മാറ്റാൻ കഴിയത്തില്ല, മാറ്റും. നിന്റെ ബന്ധനം മാറ്റാൻ കഴിയത്തില്ല, മാറ്റാൻ കഴിയും. പക്ഷേ അതിനേക്കാൾ എല്ലാം ഉപരിയായി
മറ്റാർക്കും തരുവാൻ കഴിയാത്ത ഏറ്റവും ശ്രേഷ്ഠമേറിയ പദവി നൽകാൻ വേണ്ടിയാ നമ്മെ തേജസ്സിന്റെ മക്കളാക്കി സിംഹാസനത്തിരുത്താൻ വേണ്ടിയാ യേശു ബന്ധിതനായി ഈ ലോകത്തിന്റെ അന്നത്തെ സാമ്രാജ്യമായിരിക്കുന്ന റോമൻ സാമ്രാജ്യത്തിന് മുമ്പിൽ അവന്റെ കുറ്റവാളിയെ പോലെ നിൽക്കുന്നത് എന്തിനു വേണ്ടിയെന്നറിയാമോ? നമ്മെ തേജസ്സിന്റെ മക്കളാക്കി സ്വതന്ത്രരാക്കി അവനോടുകൂടി എന്നും വാഴുവാൻ വേണ്ടിയാ. ഞാൻ അധികം സമയം ഈ സന്ദേശം എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. ക്രിസ്തു നമുക്ക് വേണ്ടി അവൻ എന്തായി തീർന്നു എന്നുള്ള കാഴ്ചപ്പാട് രാത്രി നമുക്ക് ഉണ്ടായിരിക്കുന്നത് നന്നായിരിക്കും. സന്ദേശം കേൾക്കുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷം പഠിക്കുമ്പോൾ, ദൈവനെ വായിക്കുമ്പോൾ, പഠിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മീയ ചിന്താമണ്ഡലം ഉണരണം. എങ്കിൽ മാത്രമേ ഭൗതിക മണ്ഡലത്തെ ജയിപ്പാൻ കഴിയത്തുള്ളൂ. ഞാനും നിങ്ങളും ലോകത്തിന്റെ ചിന്തകളിൽ ആണ് ഇരിക്കുന്നെങ്കിൽ നമുക്കൊരിക്കലും ഒരു പ്രത്യാശയുടെ ദിവസങ്ങൾ കാണാൻ കഴിയത്തില്ല. എന്നാൽ ഇതിനപ്പുറമായി ദൈവം കരുതി വെച്ചിരിക്കുന്ന, നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന തേജസ്സിന്റെ ദിവസങ്ങളെ ഓർക്കുമ്പോൾ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് എണ്ണുവാൻ ഇടയാത്തിന്. കർത്താവ് അതാ വിചാരിച്ചത്, ഈ അല്പസമയത്തെ കഷ്ടത സാരമില്ല. പക്ഷേ ഞാൻ പ്രസവിച്ചെടുക്കാൻ പോകുന്നത് ഒരു വലിയ കൂട്ടം തേജസ്സിന്റെ മക്കളെയാണ്. രാത്രിയിൽ അത് മനസ്സിലാക്കിയെടുക്കുവാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നല്ലോ. രാത്രി എത്ര പേർക്ക് പറയാൻ സാധിക്കും, കർത്താവേ, ആ രക്തം കൊണ്ട് എന്നെ ഒന്നുകൂടി നന്നായി കഴുകണമേ, വിശുദ്ധിയുടെ ശക്തി എന്റെ മേൽ വ്യാപരിക്കണമേ, എന്നെ ഒന്ന് സ്വതന്ത്രമാക്കി എനിക്ക് ആത്മീയ കാഴ്ചപ്പാട് നൽകണമേ, ഉയരത്തിലേക്ക് പറക്കുവാനുള്ളതായ ആ ഉയർപ്പിന്റെ ശക്തിയാൽ എന്നെ അനുദിനം നിറച്ചെടുക്കണമേ. ഞാൻ ഈ ലോകത്തിൽ ഉള്ളവനല്ല, ഞാൻ മേലിൽ നിന്ന് വന്ന എന്റെ യേശുവിനോട് കൂടെ മേലിൽ വസിക്കുവാനുള്ളവനാണ്, അവനോടുകൂടെ വസിക്കാനുള്ളത്. അതുകൊണ്ട് രാത്രി താഴെ മണ്ണിൽ ജനിച്ച എന്നെയും നിങ്ങളെയും ഉയരത്തിന്റെ മക്കളാക്കി തീർക്കുവാൻ, സ്വർഗത്തിന്റെ മക്കളാക്കി തീർക്കുവാൻ യേശു ക്രൂശിക്കപ്പെടുവാൻ ഇടയാത്തുന്നു. അതേക്കുറിച്ചാണ് നാം സവിസ്തരമായി ഈ സുവിശേഷത്തിൽ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. യേശു എവിടുന്നാ വന്നത് ചോദിച്ചപ്പോൾ പറഞ്ഞു, മേലിൽ നിന്ന് ഞാൻ വന്നത്, അവിടുന്ന് അധികാരം തന്നിട്ടുണ്ട്, അതല്ല എങ്കിൽ എന്നെ നിനക്ക് പേടിക്കാൻ കഴിയത്തില്ല. നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മളെ ശിക്ഷിക്കണമെങ്കിൽ, നമുക്കെതിരെ എന്തെങ്കിലും വരണമെങ്കിൽ മേലിൽ നിന്നൊരു അധികാരമാണ്. കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന രാത്രിയിൽ ഏതെങ്കിലും നിയമപ്രശ്നത്തിൽ ഏതെങ്കിലും കുരുക്കിലായിരിക്കുന്നെങ്കിൽ നീ ഭാരപ്പെട്ടു പോകേണ്ട ആവശ്യമില്ല. മേലിൽ നിന്ന് അധികാരം കിട്ടിയിട്ടില്ലാതെ, മേലിൽ നിന്ന് ഒരു തീരുമാനമുണ്ടാകാതെ എന്റെയും നിങ്ങളെ തൊടുവാൻ ആർക്കും കഴിയത്തില്ല. അതുകൊണ്ട് രാത്രിയിൽ പറയണം, മേലിൽ നിന്ന് സ്വർഗമറിയാതെ എന്റെ ജീവിതത്തിലൊന്നും സംഭവിക്കുകയില്ല. എന്റെ ദൈവമറിയാതെ, ഞാൻ മേലിൽ നിന്നുള്ള യേശുവിന്റെ രക്തത്താൽ ജനിക്കപ്പെട്ടതുകൊണ്ട് എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ അതെന്റെ യേശു അറിയാതെ സംഭവിക്കുകയില്ല. പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്ന പുത്രനായിരിക്കുന്ന യേശു അറിയാതെ എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല. എനിക്ക് വേണ്ടി ഇവിടെ പക്ഷപാതം ചെയ്യുന്ന ദൈവിക തീർത്ഥമായിരിക്കുന്ന പരിശുദ്ധാത്മാവ് അറിയാതെ എനിക്കെതിരെ ഒരു തീരുമാനമെടുക്കുവാൻ ആർക്കും കഴിയാത്ത. കർത്താവ് പറഞ്ഞു, മേലിൽ നിന്ന് അധികാരം കിട്ടിയിട്ടില്ലെങ്കിൽ നിനക്ക് എന്റെ മേലൊരു അധികാരമില്ല. എല്ലാവരും പറഞ്ഞാട്ടെ, രാത്രിയിൽ ഒരുമിച്ച് പറയാം, അതെ, മേലിൽ നിന്ന് സ്വർഗം അനുവദിക്കാതെ എന്റെ മേൽ നിനക്കൊരു അധികാരമില്ല. രോഗമോ അത് വാഴ്ചകളോ അധികാരങ്ങളോ ഈ ലോകത്തിന്റെ നിയമങ്ങളോ എന്തുമാകട്ടെ, രാത്രി നമുക്ക് ഒരുമിച്ച് പറയാം, എന്റെ ദൈവം അറിയാതെ, അവൻ അനുവദിക്കാതെ എന്റെ മേൽ ഒന്നും വരുവാൻ ദൈവം സമ്മതിക്കുകയില്ല. നമ്മുടെ തലമുറ വരുവാൻ സമ്മതിക്കുകയില്ല. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനമേ, എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് സ്വർഗത്തിന്റെ പദ്ധതിയായതുകൊണ്ട് രാത്രി സന്തോഷപ്പെടണം. എന്റെ ദൈവം അറിയാതെ നിനക്ക് ആർക്കും ഒരു അധികാരം എന്റെ മേലില്ല. ഇനി കഷ്ടം സഹിക്കണമെങ്കിൽ, നാം വേദനയിലൂടെ കടന്നു പോകണമെങ്കിൽ, തീച്ചോളിയിൽ പോകണമെങ്കിൽ, സിംഹക്കുഴിയിൽ വീഴണമെങ്കിൽ, ജയിലിൽ പോകണമെങ്കിൽ, അത് എന്ത് വരണമെങ്കിലും, എന്ത് സംഭവിക്കണമെങ്കിലും അതിന്റെ പിമ്പിലും ദൈവത്തിന് ഉദ്ദേശമുണ്ട്. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കില്ല. ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന ദൈവമക്കൾക്കറിയാം. അതുകൊണ്ടാണ് ദൈവഭക്തന്മാർ സന്തോഷത്തോടെ അവരുടെ ജീവിതം നയിപ്പാൻ ഇടയാത്തീർന്നത്. മേലിൽ നിന്ന് അറിയാതെ, അധികാരം കിട്ടാതെ നമ്മുടെ മേൽ കരം വയ്ക്കുവാൻ ആർക്കും കഴിയുകയില്ല. കാരണം നാം മേലിൽ നിന്ന് വന്നവന്റെ മക്കളാണ്, സന്താനങ്ങളാണ്. അതിലാണ് നാം സന്തോഷിക്കുക. നമുക്ക് വേണ്ടി ദൈവം തന്നിരിക്കുന്ന സ്വർഗ്ഗദൂതഗണങ്ങൾക്കായി സ്തോത്രം ചെയ്യാം. ദൈവം നമ്മളെ പരിപാലിക്കുന്നതിനായി സ്തോത്രം ചെയ്യാം. അതുകൊണ്ട് പീലാത്തോസിനോട് യേശു പറഞ്ഞു, ഞാൻ മേലിൽ നിന്നുള്ളവനാ. ആ മേലിൽ നിന്ന് ഒരു പിതാവുണ്ട്, ഒരു ദൈവമുണ്ട്, അവൻ അനുവദിച്ചിട്ടുള്ളതുകൊണ്ടാ നിനക്ക് എൻ്റെ മേൽ ഇപ്പോൾ ഈ പറയാനുള്ള അധികാരമുള്ളത്. നിന്നെ വിട്ടയക്കാനും നിന്നെ ക്രൂശിപ്പാനും എനിക്ക് അധികാരമുണ്ടെന്നുള്ളത്. പക്ഷേ അത് ശരിയാ, വിട്ടയക്കണമോ
ക്രൂശിക്കണമോ എന്ന് തീരുമാനിക്കുന്നത് സ്വർഗമാ തീരുമാനിക്കുന്നത്. ദൈവം തീരുമാനിച്ചാൽ അതിനപ്പുറമായിട്ടുള്ള ഒരു തീരുമാനമില്ല. അതാണ് യഥാർത്ഥമായ തീരുമാനം. നമ്മുടെ ദൈവമക്കളുടെ ജീവിതത്തിൽ ദൈവം നമ്മളെ സ്വതന്ത്രമാക്കുവാൻ അവൻ വിശ്വസ്തനായ ദൈവമാണ്. ഈ ലോകത്തിന്റെ ആരെല്ലാം വിചാരിച്ചാലും അതൊന്നും നിറവേറപ്പെടത്തില്ല. ദൈവത്തിന്റെ പദ്ധതി പ്രകാരമേ കാര്യങ്ങൾ നിറവേറപ്പെടുകയുള്ളൂ എന്നാണ് കർത്താവ് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അതുകൊണ്ട് എന്നെ നിന്റെ പക്കൽ ഏൽപ്പിച്ചവന് അധികം പാവമുണ്ട്. കഴിഞ്ഞ സംബന്ധിച്ച് യേശുവിനെ ഏൽപ്പിച്ചത് ആരാണെന്ന് നമ്മൾ കഴിഞ്ഞ സംബന്ധിച്ച് 18-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യത്തിൽ വായിച്ചിരുന്നു. ജനവും മഹാപുരോഹിതന്മാരും യേശുവിനെ ഏൽപ്പിച്ചു. അവർ പറഞ്ഞു അവർക്കധികം പാവമുണ്ടെന്ന് ഉത്തരം പറഞ്ഞു. ഇത് നിമിത്തം പീലാത്തോസ് അവനെ വിട്ടയപ്പാൻ ശ്രമിച്ചു. യഹൂദന്മാരോ നീ ഇവനെ ഇത് പറഞ്ഞപ്പോൾ ഈ പീലാത്തോസ് ആകപ്പാടെ ഭയപ്പെട്ടു. ഈ ഉത്തരം കിട്ടിക്കഴിഞ്ഞപ്പോൾ മേലിൽ നിന്ന് പറഞ്ഞപ്പോൾ സ്വർഗീയ പിതാവാണ്, ദൈവമാണ് എനിക്ക് അധികാരം തന്നത്, ആ അധികാരമുള്ളതുകൊണ്ട് എന്നെ പിടിച്ചെന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ അധികം ഭയപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, നിനക്ക് പാവമുണ്ട്, പക്ഷേ നിന്നെക്കാൾ അധികം പാവം ഇപ്പോൾ ഉള്ളത് എന്നെ നിന്റെ കൈവലി ഏൽപ്പിച്ചു വെക്കാന്ന് പറഞ്ഞു. കാരണം ഇവിടെ വാസ്തവത്തില് ഈ പീലാത്തോസിന് കൈ ഒഴിഞ്ഞ് മാറിയാൽ അവൻ കൈ കഴുകി മാറാതെ ഞാനിവനെ സ്വതന്ത്രമാക്കി വിട്ടിരിക്കുന്നു പറഞ്ഞ് മാറിപ്പോയാൽ മതി. അതാണ് ചെയ്യേണ്ടത്. പക്ഷേ അവന് ചെയ്യാതിന് കാരണം ഒന്ന് ദൈവത്തിന്റെ തീരുമാനം നടക്കണം. പക്ഷെ അത് തന്നെയല്ല, ഇവൻ അധികാരം വിട്ടുകളയാൻ ഇഷ്ടപ്പെടുന്നില്ല. അവരുടെ അധികാരത്തിന്റെ ഇഷ്ടമുള്ളവർ ജനത്തെ ഭയപ്പെടുക. തുടർന്ന് നമുക്ക് കാണുന്നതാ, ഇവനത് പറഞ്ഞാൽ മതി, ഇവന് ഞാൻ വെറുതെ വിട്ടിരിക്കുന്നു എന്നുള്ള ഒറ്റ വാക്ക് പല പ്രാവശ്യം പറഞ്ഞ കുറ്റം കാണുന്നില്ല എന്ന്. എന്തുകൊണ്ടാണ് പറയാതിരുന്നെന്ന് അറിയാമോ? അതിന്റെ അർത്ഥം ഇവന് അധികാരം വിട്ടുകളയാൻ, യേശു മരിച്ചാലും കുഴപ്പമില്ല, എന്റെ അധികാരം പോകരുന്നുള്ള തീരുമാനം കൂടി ഉള്ളത് കൊണ്ട് ഇവൻ വളരെയധികം ഭയപ്പെട്ടെങ്കിലും അവർ അങ്ങനെ തീരുമാനം എടുത്തതോടെ പറഞ്ഞ് നിനക്ക് പാവമുണ്ടെന്ന് പറഞ്ഞു. നീ 3 പ്രാവശ്യം പറഞ്ഞില്ലേ, പല പ്രാവശ്യം പറഞ്ഞില്ലേ എന്നിൽ ഒരു കുറ്റവുമില്ല എന്നുള്ളത്. പക്ഷെ നീ എന്നെ വെറുതെ വിടും. പക്ഷെ നീ എന്നെ വെറുതെ വിടാത്തതിന്റെ കാരണം എന്താ? നിനക്ക് ഈ ലോകത്തിന്റെ സ്ഥാനം ആവശ്യമാണ്, അതുകൊണ്ടാണ് നീ വിടാതിരിക്കുന്നത്. അത് തന്നെയാണ് അവനോട് പറഞ്ഞ നിനക്ക് പാവമുണ്ടെന്നുള്ളത്. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത്, എന്നെ കൊണ്ടുവന്ന് നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു, ഞാൻ മരിക്കണമെന്ന് ശരിയാ, അത് ദൈവം എന്നെ അയച്ചതാ. പക്ഷേ ഇവർക്കെല്ലാം അറിയാം ഞാൻ എന്ത് തെറ്റാ ചെയ്തെന്നുള്ളത്. യേശു ചെയ്ത തെറ്റ് എന്താ ചെയ്തത്? അവരുടെ കുരുടന്മാരുടെ കണ്ണ് ദൈവം സൗഖ്യമാക്കിയതാണോ? അവിടെ മുടന്തന്മാരെ സൗഖ്യമാക്കിയതാണോ യേശു ചെയ്തത് കുറ്റം? അവിടെ ദരിദ്രരായവരെ ദൈവം സഹായിച്ചതാണോ? ലാസറിനെ ഉയർപ്പിച്ചതാണോ യേശു ചെയ്ത തെറ്റ്? എന്താണ് യേശു ചെയ്ത തെറ്റ്? ഈ മഹാപുരോഹിതന്മാരും ജനവും എല്ലാം ഇത്രമാത്രം അവിടെ അവന്റെ പിന്നാലെ കൂടി ആർത്ത് വിളിച്ചവനെ ക്രൂശിക്കുക എന്ന് പറഞ്ഞ കൊലയാളിയേക്കാൾ അപ്പുറമായി, ദുഷ്പ്രവർത്തിക്കാനൊക്കെ അപ്പുറമായി ഇവന്റെ പിന്നാലെ കൂടുവാൻ കാരണമെന്ത് എന്ന് ചോദിച്ചപ്പോൾ അതിന്റെ പിമ്പിൽ ഒരു ഒന്നുമില്ല. യേശു എന്ത് ചെയ്തിട്ടാണ് യേശുവിന്റെ പിന്നാലെ ഇവര് കൊലവിളി ഉയർത്തിക്കൊണ്ട് വന്നത്? അതുകൊണ്ട് പറഞ്ഞു നിനക്കൊക്കെ അധികം പാപമുണ്ടെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞൊരർത്ഥം ഇതൊക്കെ സാധാരണക്കാരൻ ഒരു മനുഷ്യനെ ചിന്തിച്ചെടുത്താൻ മനസാക്ഷിയുള്ളവർ ഒരിക്കലും ഇതിന് പുറകെ കൂടത്തില്ല. കാരണം മനസാക്ഷി മരവിച്ചു കഴിഞ്ഞപ്പോഴാ ഇതിന് പിന്നാലെ കൂടില്ലേ. കർത്താവ് എന്ത് തെറ്റ് ചെയ്തിട്ടാ? അവരുടെ കുഷ്ഠരോഗികളെ സൗഖ്യമാക്കിയത് കൊണ്ടാണോ? മുടന്തന്മാരെ സൗഖ്യമാക്കിയത് കൊണ്ടാണോ? അത് ഇന്നും സുവിശേഷകർക്കെതിരെ ചാട്ടവാറ അടിക്കുമ്പോൾ, അവനെ ക്രൂശിക്കാൻ വേണ്ടി കൊണ്ടു നടക്കുമ്പോൾ രാത്രി ദൈവാത്മാവ് ചോദിക്കുക, പരിശുദ്ധാത്മാവ് ചോദിക്കും, അവർ ചെയ്ത തെറ്റെന്താണ്? എന്താണ് സമൂഹത്തിനെതിരെ ചെയ്ത തെറ്റെന്താണ്? അപ്പൊ മനുഷ്യന്റെ പാപത്തിൽ നിന്നെ വിടുതൽ നൽകാൻ വേണ്ടിയുള്ള സന്ദേശം അറിയിക്കുന്ന, യഥാർത്ഥമായി സുവിശേഷം അറിയിക്കുന്നവരെ ഉപദ്രവിക്കുന്നവരോട് ദൈവാത്മാവ് ഒരു ദിവസം ചോദിക്കും, നിനക്കധികം പാപമുണ്ട്. കാരണം നിനക്കറിയാം ഇവര് തെറ്റിയ, പക്ഷേ അസൂയ മൂത്തത് കൊണ്ട്, അവരുടെ പ്രമാണത്തിന് വിരുദ്ധമായി നിൽക്കുന്നത് കൊണ്ട്, ആ ജാതി മുടിഞ്ഞു പോകുമോ എന്നുള്ള പേടിയുള്ളത് കൊണ്ടാണ് ചിലര് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെതിരെ നിൽക്കുന്നത്. കർത്താവ് പറഞ്ഞു, നേരിനെതിരെ നിൽക്കരുത്, സത്യത്തിനെതിരെ നിൽക്കരുത്. സത്യത്തിനോട് എതിർത്ത് കഴിഞ്ഞാൽ അത് നിന്റെ നാശമാണ്. അതുകൊണ്ടാണ് നിന്റെ പാപം അത് നിനക്കധികം ഉണ്ട് എന്ന് കർത്താവ് പറഞ്ഞത്. തുടർന്ന് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഇവര് വിട്ടയപ്പാൻ പീലാത്തോസ് ഇത് നിമിത്തം പീലാത്തോസ് അവനെ വിട്ടയപ്പാൻ ശ്രമിച്ചു. യഹൂദന്മാരോ നീ ഇവനെ വിട്ടയച്ചാൽ കൈസരുടെ സ്നേഹിതൻ അല്ല, തന്നെത്താൻ രാജാവാക്കുന്നവനെല്ലാം കൈസരോട് മത്സരിക്കുന്നുവല്ലോ എന്ന് ആർത്ത് പറഞ്ഞു. അവസാനത്തെ അസ്ത്രം അവർ കരുതി വെച്ചിരുന്ന അവസാനത്തെ ആ അസ്ത്രമാണ് അങ്ങ് തൊടുത്തു വിട്ടത്. അതാണ് അവസാനമായി പറഞ്ഞത്. അറിയാം, ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പീലാത്തോസ് എന്ന നാടുവാഴിക്ക് ഈ കൈസർ എന്ന രാജാവിനെ ഒരിക്കലും അതിൽ നിന്ന് സീസറിനെ ധിക്കരിച്ചുകൊണ്ട് അവൻ നിൽക്കാൻ കഴിയത്തില്ല. നിന്ന് കഴിഞ്ഞാൽ അവന്റെ അധികാരം പോകുമെന്ന്
യഹൂദന്മാർക്ക് അറിയാം. അതുകൊണ്ട് അവർ അവസാന അസ്ത്രം പറഞ്ഞു, ഇങ്ങനെ വിളിച്ചു പറഞ്ഞു. അവസാനം നോക്കാൻ അവസാനം വേഗത്തിൽ സംസാരിക്കാം. അവസാനത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ കാണുന്നതിന്റെ അവസാനത്തേക്ക് വരുമ്പോൾ അവനെ പറഞ്ഞത്, ഞങ്ങൾക്ക് കൈസരല്ലാതെ മറ്റൊരു രാജാവില്ല എന്ന് പറഞ്ഞു. ഇത് അത്രമാത്രം തീക്ഷ്ണത, അത് അത്രമാത്രം ക്രൂശിച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ യേശുവിനെ ഏത് വിധത്തിലും ക്രൂശിക്കണം എന്നുള്ള ചിന്താഗതിയാണ് ഇവർക്ക് വഴിയുണ്ടായത്. നമുക്കറിയാം, പലപ്പോഴും പൗലോസിനെ കൊണ്ടുപോയപ്പോൾ പൗലോസിനെ കയ്യിൽ കിട്ടിയാൽ ചീന്തിക്കളയാൻ വേണ്ടി വന്നവരായിരുന്നു. പക്ഷേ അങ്ങനെ യേശുവിനെ ചീന്തിക്കളയാൻ പറ്റത്തില്ല. ഇവരുടെ താല്പര്യം, ഇവരുടെ ആഗ്രഹം യേശു ക്രൂശനായി കിടന്ന് അവിടെ ഇട്ടിട്ട് ഇവനെ പരിഹസിച്ച് ഇവൻ ഇഞ്ചിഞ്ചായി മരിക്കുന്നത് കാണണം എന്നതുകൊണ്ടാണ് യേശുവിനെ അവർ ചിന്തിക്കളയാതിരുന്നത്. കാരണം എങ്ങനെയും ഈ പീലാത്തോസിന്റെ അനുവാദം വാങ്ങി യേശുവിനെ ക്രൂശിക്കണം എന്നുള്ള അതിനോട് രീതിയിൽ പീലാത്തോസ് അവർക്കെതിരാകുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഇവര് അവരുടേതായിട്ടുള്ള തന്ത്രം മാറ്റി അവർ പറഞ്ഞു, ഇങ്ങനെയെന്നറിയാമോ, തന്നെ രാജാവാക്കുന്നവൻ കൈസരോട് മത്സരിക്കുന്നുള്ളൂ നാട്ടു പറഞ്ഞു. ഈ വാക്ക് കേട്ടിട്ട് പീലാത്തോസ് യേശുവിനെ പുറത്തു കൊണ്ടുവന്നു. കൽത്തളമെന്നും എബ്രായ ഭാഷയിൽ ഗബദ എന്നും പേരുള്ള സ്ഥലത്ത് ന്യായാസനത്തിൽ ഇരുന്നു. ഈ ന്യായാസനത്തിൽ ഇരിക്കുക പീലാത്തോസ് എന്നീ ന്യായാസനത്തിരുന്നു. ഈ നിന്റെ മുമ്പിൽ നിൽക്കുന്നവൻ ആരാണെന്ന് നിനക്കറിയാമോ? അവനാണ് ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിപ്പാനുള്ളവൻ. ഇന്ന് അവനെ വിധിപ്പാൻ വേണ്ടി നീ ന്യായാസനത്തിരിക്കുക. യേശു ഒരു കുറ്റവാളിയെ പോലെ നിന്റെ മുമ്പിൽ നിൽക്കുക. നീ വിചാരിച്ചു കാണും ഇവൻ ആരാണെന്നുള്ളത്. പക്ഷേ പൊൻകിരീടധാരിയായി യേശു സിംഹാസനത്തിരുന്ന് ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിക്കുന്ന ന്യായാധിപതിയാ. അന്നവൻ രക്ഷകനായി വന്നപ്പോൾ ഈ പാപത്തിന്റെ ശിക്ഷ അവൻ ഏറ്റെടുക്കണമായിരുന്നു. എന്നാൽ എന്റെ കർത്താവ് വേഗത്തിൽ അവനോടുകൂടെ ദൈവമക്കളാകുന്ന അവനോടുകൂടെ ചേരുന്ന വിശുദ്ധന്മാരുമായി യേശു ന്യായാധിപതിയായി ലോകത്തിൽ വരുവാനിടയാത്തരും. എവിടെയാണോ യേശു വിസ്തരിക്കപ്പെട്ടത് അവിടെ കർത്താവ് രാജാവായി വാഴുവാൻ വേണ്ടി നിൽക്കും. ഇവിടെ ന്യായാസനത്തിൽ പീലാത്തോസ് നിന്നു. യേശുവിനെ അവന്റെ അടുക്കൽ വിളിപ്പാനിടയാത്തീർന്നു. ഇബ്രായ ഭാഷയൊന്നും അപ്പോൾ പെസഹയുടെ ഒരുക്കനാൾ ഏകദേശം 6 മണി നേരമായിരുന്നു. യഹൂദന്റെ കണക്കനുസരിച്ച് ഈ രാത്രി മുതലാണ് അവരുടെ ദിവസം ആരംഭിക്കുന്നത്. നമ്മുടെ സമയം ആരംഭിക്കുന്നത് രാവിലെ 6 മുതൽ അടുത്ത ദിവസം 6 മണി വരെയാണ് നമ്മുടെ ഒരു ദിവസം 24 മണിക്കൂർ എന്നുള്ളതാണെങ്കിൽ, യഹൂദനെ സംബന്ധിച്ചോളം രാത്രി 6 മണിക്ക് ആരംഭിച്ച് നേരം വെളുത്താകുമ്പോൾ 12 മണിക്കൂർ രാത്രി. അതിനുശേഷമായി 1 മുതൽ ആരംഭിക്കും. പിന്നീട് 12 മണിയാകുമ്പോൾ 12 മണിക്കൂർ പകൽ, 12 മണിക്കൂർ പകലും 12 മണിക്കൂർ രാത്രിയുമാണ്. ഇവിടെ ഏകദേശം 6 മണി നേരമാണ്. ഏകദേശം 6 മണി എന്ന് പറയുമ്പോൾ 12 മണി കഴിഞ്ഞ് രാത്രി കൃത്യമായിട്ട് പറഞ്ഞു. 2 സുവിശേഷങ്ങൾ പറയുന്നത് ഏകദേശം 6 മണി എന്നാണ്. അപ്പോൾ ഏകദേശം എന്ന് പറഞ്ഞാൽ അന്നൊരു സമയം കൃത്യമായി കണക്കാക്കാൻ കഴിയില്ല. അർദ്ധരാത്രി കഴിഞ്ഞ സമയമാണ് ഏകദേശം 6 മണി എന്നുള്ളത്. കാരണം ഏകദേശം 6 മണി എന്ന് പറയുന്നത് 6 മണി എന്ന് കൃത്യമായിട്ട് എഴുതിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ആയിരുന്നെങ്കിൽ 12 മണി എന്ന് പറഞ്ഞേനെ. പക്ഷെ ഇവിടെ ഏകദേശം എന്ന് പറയുമ്പോൾ 12 മണി കഴിഞ്ഞിട്ട് നേരം വെളുക്കുന്ന ഒരവസ്ഥയിൽ സമയത്താണ് ഏകദേശം ഈ 6 മണി നടക്കുന്നതായിരുന്നു. അവൻ യഹൂദന്മാരോട്, ഇതാ നിങ്ങളുടെ രാജാവ് എന്ന് പറഞ്ഞു. അവരോ കൊന്നുകളക, അവനെ ക്രൂശിക്ക എന്ന് നിലവിളിച്ചു. നിങ്ങളുടെ രാജാവിനെ ഞാൻ ക്രൂശിക്കണമോ എന്ന് പീലാത്തോസ് അവരോട് ചോദിച്ചു. അതിനെ മഹാപുരോഹിതന്മാർ, ഞങ്ങൾക്ക് കൈസരല്ലാതെ മറ്റൊരു രാജാവില്ല എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ അവനെ ക്രൂശിക്കേണ്ടതിന് അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അപ്പോൾ ഇവർക്ക് മനസ്സിലായി, ഈ ഒരൊറ്റ കാര്യം പറഞ്ഞാൽ പീലാത്തോസ് അവിടെ വീഴും. കാരണം കൈസറുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം അതിന്റെ അധിപനായിരിക്കുന്ന റോമൻ സാമ്രാജ്യത്വമായിരിക്കുന്ന ചക്രവർത്തിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കീഴിലുള്ള നാടുവാഴിയായിരിക്കുന്ന പീലാത്തോസിന് രക്ഷപ്പെടാൻ കഴിയത്തില്ല. മഹാപുരോഹിതന്മാർ വളരെ ബുദ്ധിയോടെ ജ്ഞാനത്തോടെ മനസ്സിലാക്കി പീലാത്തോസ് യേശുവിനെ വിട്ടയക്കും. പക്ഷേ വിട്ടയക്കാതിരിക്കണമെങ്കിൽ ഇപ്പോൾ കൈസറിനെ രാജാവാക്കിയേ മതിയാകുകയുള്ളൂ. അതുകൊണ്ട് അവർ പറഞ്ഞു, കൈസരല്ലാതെ മറ്റൊരു രാജാവ് ഇല്ല എന്ന് ഉത്തരം പറഞ്ഞു. ആലോചിക്കണം, എത്രമാത്രം വൈരാഗ്യം, എത്രമാത്രം ഒരു കോപം യേശുവിനോട് നേരെ ഉണ്ടായിരുന്നു. എന്തിനു വേണ്ടിയാണ് അവർ അങ്ങനെ ചെയ്തത്? ദൈവം പറയുന്നത്, അവർ എന്നെ വെറുതെ പകച്ചെന്നാണ്. ഇന്നും ലോകത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അനേകർ വെറുതെ
നീതിമാന്മാരെ പകയ്ക്കുന്നുണ്ട്. അതെ, ഒരു കാര്യമില്ലാതെ വെറുതെ പകയ്ക്കുന്നുണ്ട്. എന്നാൽ വെറുതെ പകയ്ക്കുന്നവർ ലജ്ജിച്ചു പോകുവാൻ ഇടയാത്തരും. ഈ രാത്രിയിലും ഒരു കാര്യമില്ലാതെ, ഒരു ഒരു കാരണവും ഇല്ലാതെ യേശുവിനെ അവർ വെറുതെ പകയ്ക്കുവാൻ ഇടയാത്തീർന്നു. പക്ഷേ അവര് പകച്ചിട്ട് പറഞ്ഞു, ഇവനെ അല്ല ഞങ്ങൾക്ക് വേണ്ടത്, ഞങ്ങൾക്ക് ഒരൊറ്റ രാജാവേ ഉള്ളൂ, അത് കൈസരാണ്, കൈസരല്ലാതെ മറ്റൊരു രാജാവ് ഇല്ല എന്ന് ഉത്തരം പറഞ്ഞു. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ അപ്പുറമായിട്ട് ഒരു വാക്ക് പോലും പറയാൻ, ഇത് ഒരിക്കലും യഹൂദന്മാർ പറയാൻ പറ്റുന്നൊരു കാര്യമല്ലായിരുന്നു. കാരണം ഇസ്രായേലിന്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ദൈവമാണ് അവരുടെ രാജാവ്. രാജാവായി അവർ പാടുകയും ആരാധിക്കുകയും മഹത്വത്തിന്റെ രാജാവ് എന്നൊക്കെ പറഞ്ഞ് ഓശന്ന പാടുകയൊക്കെ ചെയ്തത് അത് ദൈവത്തെക്കുറിച്ചാണ്. പക്ഷെ ഇവർ പറഞ്ഞു, വേർതിരിക്കപ്പെട്ട രാഷ്ട്രം, ദൈവത്തിന്റെ സ്വന്തം ജനമായിരിക്കുന്ന ഇസ്രായേൽ ജനം അവരുടേതായിട്ടുള്ള ആവശ്യങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ യേശുവിനെ ക്രൂശിക്കാൻ വേണ്ടി അവർ ദൈവത്തെ തള്ളിപ്പറഞ്ഞിട്ട് പറഞ്ഞു, കൈസരല്ലാതെ മറ്റൊരു രാജാവ് ഞങ്ങൾക്കില്ല എന്നുള്ളത്. പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞെങ്കിലും അവൻ കരഞ്ഞ് ദൈവസ്ഥനിൽ മാനസാന്തരപ്പെടുവാൻ ഇടയായിട്ടുണ്ട്. പക്ഷേ ഈ മഹാപുരോഹിതന്മാരും അന്ന് യേശുവിനെ വിരുദ്ധമായി നിന്ന ആൾക്കാരും അവരുടേതായിട്ടുള്ള ബദ്ധ ശത്രുത നീങ്ങിപ്പോകാതെ യേശുവിനെ ക്രൂശിച്ചേ മതിയാകുള്ളൂ, ആ ഒരു വിധി പ്രഖ്യാപിക്കുന്നവരെയും ഇവർ പീലാത്തോസിന്റെ പിമ്പിൽ നിന്ന് മാറിയില്ല. പീലാത്തോസിന് സ്വസ്ഥത കൊടുത്തില്ല. അവസാനം ഈ കൈസരെ അഭയം ചൊല്ലി, കൈസരാണ് ഞങ്ങളുടെ രാജാവെന്ന് പറഞ്ഞുകൊണ്ട് യഹൂദന്മാരുടെ സാക്ഷാ രാജാവായിരിക്കുന്ന, രാജാതിരാജാവായിരിക്കുന്ന യേശുവിനെ അവർ തള്ളിക്കളഞ്ഞു ആണ് പറഞ്ഞിരിക്കുന്നത്. മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവത്തിന് സന്നിധിയിൽ ശ്രേഷ്ഠവും കല്ലായിരിക്കുന്ന മൂലക്കല്ലായി തീർന്നു. അവൻ ദൈവസഭയുടെ, അതെ, ദൈവരാജ്യത്തിന് അടിസ്ഥാന കല്ലായി തീരുവാൻ ഇടയായി തീർന്നു. മനുഷ്യർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീരുവാൻ ഇടയായി തീർന്നു. യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു എന്ന് പറയത്തക്കവണ്ണം അന്ന് തള്ളിക്കളഞ്ഞ യേശുവാണ് രാജാവായി തീരുവാനായിട്ട്. നമുക്കിതേ സംഭവം മോശയെ കുറിച്ചും കാണാൻ സാധിക്കുന്നുണ്ട്. മോശ അവിടെ സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിക്കാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ആദ്യം നമുക്ക് കണ്ടത് മിസ്രൈമിൻ ഇബ്രാഹിനെ തല്ലുന്ന കണ്ടപ്പോൾ ആരും കാണാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഈ മിസ്രൈമിനെ കൊന്ന് മണലിൻ്റെ അകത്ത് കുഴിച്ചു മൂടിയിട്ടു മോശ. കാരണം അവൻ അത്രമാത്രം കഴിവുള്ളവനായിരുന്നു. മിസ്രൈമ് കഴിവും അഭ്യാസം എല്ലാം പഠിച്ചവനായിരുന്നു. അവൻ നോക്കി വേഗത്തിൽ ഒരു കാര്യം ചെയ്തു. പക്ഷേ അങ്ങനെ കൊന്നു കളഞ്ഞ് യഹൂദജനത്തെ രക്ഷിക്കാൻ വേണ്ടി ഉള്ളതായിരുന്നില്ല ദൈവപ്രവൃത്തി. അങ്ങനെ കൊല്ലാൻ എത്ര പേരെ കൊല്ലാൻ സാധിക്കും? യുദ്ധം ചെയ്താൽ അവിടെ ജയിക്കാൻ കഴിയത്തില്ല. മോശയെ നിന്റെ കഴിവ് കൊണ്ടോ മിസ്രൈമ കഴിവ് കൊണ്ടോ അല്ല ഇസ്രായേൽ ജനത്തെ വിടുവിക്കേണ്ടത്, അത് ദൈവത്തിന്റെ പദ്ധതിയാണ്. എന്നാൽ അടുത്ത ദിവസം കണ്ടത് ഈ ഇബ്രാഹിംമാർ തമ്മിൽ വഴക്ക് പിടിക്കുന്നുണ്ടപ്പോൾ മോശ എടുത്തു നിന്നു. മോശമാ, നിങ്ങൾ സഹോദരന്മാരാ ഇങ്ങനെ ചെയ്തെന്ന് പറഞ്ഞപ്പോൾ അവരവനെ ഉന്തിക്കളഞ്ഞു. നീ ആരാ? ന്യായകർത്താവായിരുന്നു. അവനെ തള്ളിക്കളഞ്ഞെങ്കിൽ അവനെയാണ് ദൈവം എന്ത് ചെയ്തത്? ന്യായാധിപതി, ന്യായകർത്താവുമാക്കി അവനെ കൊണ്ടുവന്ന് വിമോചകനായിട്ട് അവിടെ തന്നെ ഏൽപ്പിച്ചു. കാരണം അവൻ ഇറങ്ങി വന്ന് ചെയ്തത് നല്ല കാര്യമായിരുന്നു. പക്ഷെ ദൈവം അവനെ ഓടിച്ചു കളഞ്ഞ അവസാനം നമുക്ക് കാണാൻ സാധിക്കും. 40 വർഷം മിസ്രൈമിയ കൊട്ടാരത്തെ വളർന്നവൻ 40 വർഷം അവൻ മിദ്യാന്റെ ദേശത്ത് അവൻ പാർത്തു. 80-ാമത്തെ വയസ്സിൽ 40 വർഷത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവനെ വീണ്ടും പദവിയിലേക്ക് കൊണ്ടുവരാൻ ഇടയായി തീർന്നു. അവനെ തള്ളിക്കളഞ്ഞ ദൈവനെ അധികാരിയും നിയമകർത്താവുമായിട്ട് ആക്കിയതുപോലെ ഈ ഇസ്രായേൽ ജനം ഒന്നാകെ തള്ളിക്കളഞ്ഞവനെ വേണ്ട എന്ന് പറഞ്ഞെങ്കിൽ അവൻ രാജാവായിട്ട് അതേ ദൈവത്തിന്റെ പ്രവൃത്തിയുടെ അടിസ്ഥാനക്കല്ലായി തീരും എന്നുള്ളത് പ്രവചനമായിരുന്നു നിവൃത്തിയിരിക്കപ്പെടാൻ വേണ്ടി അവർ തള്ളിക്കളഞ്ഞത്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, അപ്പോൾ അവനെ ക്രൂശിപ്പാൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, അപ്പോൾ പീലാത്തോസ് യേശുവിനെ ക്രൂശിക്കേണ്ടതിന് അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അതാ പറഞ്ഞിരിക്കുന്നത്, മനുഷ്യപുത്രൻ ജാതികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും, അവനെ തള്ളിക്കളയും, ഏൽപ്പിക്കപ്പെടും. അങ്ങനെ ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇവിടെ തുടർന്ന് നടക്കുന്നത് ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന് വേണ്ടി അധികാരം ലഭിച്ചതുകൊണ്ട് എങ്ങനെയാണോ യേശുവിനെ ക്രൂശിക്കേണ്ടത് അതിൻ്റെതായിട്ടുള്ള ചട്ടവട്ടങ്ങളിലേക്ക് നീങ്ങുന്നതാണ് തുടർന്നുള്ള ഭാഗങ്ങൾ കാണുന്നത്. അവർ യേശുവിനെ കയ്യേറ്റു. പീലാത്തോസിന്റെ ആ ഒരൊറ്റ വാക്കിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അവൻ മരണവിധിക്ക്, ശിക്ഷാവിധിക്ക്, ക്രൂശിക്കാൻ വേണ്ടി യേശുവിനെ ഞാൻ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരുന്നു എന്നുള്ള വിധി പ്രഖ്യാപിച്ചതോടുകൂടി അവിടെ വലിയൊരു സന്തോഷമുണ്ടായി. വലിയൊരു അവർ പിന്നാലെ കൂടിയതിന്റെ അവർ പോയതിന്റെ
പ്രയോജനം ലഭിച്ചു എന്നുള്ള വലിയ സന്തോഷമുണ്ടായി. ഉടൻ തന്നെ അവർ യേശുവിനെ കൈയേറ്റു. അവൻ താൻ തന്നെ എന്ന് പറഞ്ഞ അർത്ഥം പടയാളികളെ യേശുവിനെ കൈയേറ്റു. കൊല്ലാൻ കൊണ്ടുപോകുന്നത് റോമൻ പടയാളികളെ, റോമൻ നിയമമാ. ഇവിടെ യഹൂദന്മാർക്കൊന്നും ഒരു അതിന്റെ യാതൊരുവിധമായ അവർക്ക് അവിടെ സ്ഥാനമില്ല. കാരണം റോമൻ ഗവൺമെന്റിന്റെ നിയമം അനുസരിച്ച് യേശുവിനെ ക്രൂശിക്കണമെന്നുള്ളത് പിന്നീടുള്ള പ്രവൃത്തിയായി പീലാത്തോസിന്റെ വിധി പ്രഖ്യാപനത്തോടു കൂടി പടയാളികൾ അവനെ ഏറ്റെടുത്തു. അവൻ താൻ തന്നെ ക്രൂശിനെ ചുമന്നുകൊണ്ട് എബ്രായ ഭാഷയിൽ ഗോൽഗൊത്ത എന്ന പേരുള്ള തലയോടിടമെന്ന സ്ഥലത്തേക്ക് പോയി. ഇതേക്കുറിച്ച് മറ്റുള്ള സുവിശേഷങ്ങളിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ നമ്മളൊരു ദൈവം വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, 4 സുവിശേഷങ്ങളുള്ള ബന്ധത്തിലുള്ള ഒരു താരതമ്യ പഠനത്തിൽ അത് ചിന്തിക്കുന്നതായിരിക്കും. ഇവിടെ പറഞ്ഞിരിക്കുന്ന വചനത്തെക്കുറിച്ച് മാത്രമേ ഞാൻ പറഞ്ഞുവാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഗോൽഗൊത്ത എന്ന പേരുള്ള തലയോടിടം എന്ന സ്ഥലത്തേക്ക് അവനെ കൊണ്ടുപോയി. അവിടെ അവർ അവനെയും അവനോടുകൂടെ വേറെ 2 ആളുകളെയും ഒരുത്തനെ അപ്പുറത്തും ഒരുത്തനെ ഇപ്പുറത്തുമായി, ഇപ്പുറത്തും യേശുവിനെ നടുവിലുമായി ക്രൂശിച്ചു. മനുഷ്യവംശത്തെ മുഴുവനും പ്രതിദാനം ചെയ്തുകൊണ്ട് ലോകത്തിന്റെ സകല മനുഷ്യരും പാവികളാകുമ്പോൾ നീതിമാനായിരിക്കുന്ന യേശു സകല മനുഷ്യർക്കും മധ്യസ്ഥനാണ്. അവൻ മധ്യസ്ഥനായിരിക്കുന്ന യേശുവാണ്. കാരണം മനുഷ്യർക്ക് വേണ്ടി മറുവിലയാത്തുന്ന ഏക മധ്യസ്ഥൻ ക്രിസ്തുവാണ്. 2 മനുഷ്യർ അവിടെ തൂക്കപ്പെടുക. അവർ 2 പേരും ദുഷ്പ്രവർത്തിക്കാര, സമശിക്ഷാവധിയിലുള്ളവരാ, ഒരുപോലെ കുറ്റം ചെയ്തവരാ, 2 പേരും ഒരേ കുറ്റം ചെയ്തവരാ. യേശു മധ്യഭാഗത്തായി കിടക്കുകയാണ്. അവൻ മധ്യസ്ഥനാണ്. ഇന്ന് രാത്രിയിൽ ഒരു മുഖപക്ഷം കാണിക്കാതെ സകല മനുഷ്യർക്കും വേണ്ടി അവൻ മധ്യസ്ഥനായിട്ട് നിൽക്കുന്നവനാ. അതിനകത്ത് സകല മനുഷ്യരെയും പ്രതിനിധീകരിക്കുക. എല്ലാ മനുഷ്യരും പാപം ചെയ്ത് ദൈവദേശ ഇല്ലാതാക്കി കളഞ്ഞത് കാണിക്കുകയാണ്. അവിടെ 2 ദുഷ്പ്രവർത്തിക്കാർ, അതിന്റെ നടുവിലായി യേശു, അവിടെ നീതിമാനായിരിക്കുന്ന യേശു ക്രൂശിക്കപ്പെട്ട് കിടക്കുക. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തിൽ പകലിനെയും വെളിച്ചത്തെയൊക്കെ വേർതിരിക്കുന്നത് പോലെ വേർതിരിച്ചെങ്കിൽ ഇവിടെ നസനായിരിക്കുന്ന യേശു മരണമായിരിക്കുന്ന നിത്യനാശത്തെയും നിത്യജീവനായിരിക്കുന്ന നിത്യജീവനെയും അവിടെ വേർതിരിക്കാൻ വേണ്ടി യഥാർത്ഥമായ മരണത്തെയും ജീവനെയും വേർതിരിക്കുവാൻ, യഥാർത്ഥമായ പകലിനെയും രാത്രിയും വേർതിരിക്കാൻ വേണ്ടി യേശു മധ്യഭാഗത്ത് അവൻ കിടക്കുവാനിടയെ തീർന്നു. അപ്പോൾ അന്ന് പൂർത്തീകരിക്കാതിരുന്ന സൃഷ്ടിയുടെ ആരംഭത്തെങ്കിൽ അതിനെ നവീകരിച്ചെടുത്ത സമയത്ത് പൂർത്തീകരിക്കാതിരുന്ന കാര്യം അത് പൂർത്തീകരിക്കപ്പെടണമെങ്കിൽ ഈ ഒരു പ്രവർത്തനം. അതുകൊണ്ടാണ് നമുക്ക് 6-ാമത്തെ ദിവസത്തെ കുറിച്ചൊക്കെ കണ്ട് നമ്മൾ 7-ാമത്തെ ദിവസത്തെ കുറിച്ച് കാണുമ്പോൾ അവിടെയൊന്നും അത് പൂർത്തീകരിക്കപ്പെടാതെ സൃഷ്ടിയുടെ പൂർത്തീകരണം അത് പൂർത്തീകരിക്കപ്പെടുന്നത് ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിലാ. മരണത്തെയും ജീവനെയും വേർപിരിക്കുന്ന ഒരു സന്ദർഭമാണ് ഇവിടെ കാണുവാൻ നമുക്ക് സാധിക്കുന്നത്. അപ്പോൾ 2 പേരും സമശിക്ഷാവധിയിലുള്ള 2 പേര് കിടക്കുക. അതിന്റെ മധ്യത്തിലായി യേശു കിടക്കുമ്പോൾ ഇവിടെ കർത്താവാരോടും ഒരു മുഖപക്ഷം കാണിക്കാതിരിക്കുമ്പോൾ തുടർന്നുള്ള സംഭവങ്ങൾ മറ്റൊരു ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇടത്തും വലത്തും കിടക്കുന്നതിൽ ഒരുവന് അതിൽ മാറ്റമുണ്ടാകുവാനിടയെ തീർന്നു. അതേക്കുറിച്ച് നമുക്ക് യേശു ക്രിസ്തുവിന്റെ 7 മൊഴികൾ, ക്രൂശിലെ 7 മൊഴികളുള്ള ബന്ധത്തിൽ ചിന്തിക്കുമ്പോൾ എന്താണ് ക്രൂശിൽ നടന്നതെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ അതിലേക്ക് വരികയാണ്. എന്നാൽ അതിനു മുമ്പായി ഇവിടെ പറഞ്ഞിരിക്കുന്ന ഭാഗത്തേക്ക് വേഗത്തിൽ ഒന്ന് പോകാം. അവിടെ അവനെയും അവനോടുകൂടെ വേറെ 2 ആളുകളെയും ഒരുത്തനെ അപ്പുറത്തും ഒരുത്തനെ ഇപ്പുറത്തുമായി യേശു നടുവിലുമായി ക്രൂശിച്ചു. പീലാത്തോസ് ഒരു മേലെഴുത്തും അവർ എഴുതി ക്രൂശുമേൽ പതിപ്പിച്ചു. അതിൽ നസറനായ യേശു യഹൂദന്മാരുടെ രാജാവെന്ന് എഴുതിയിരുന്നു. യേശുവിനെ ക്രൂശിച്ച സ്ഥലം നഗരത്തിന് സമീപമാകിയാൽ അനേകം യഹൂദന്മാർ ഈ മേലെഴുത്ത് വായിച്ചു. അത് എബ്രായ, റോമ, യവനായ ഭാഷയിൽ എഴുതിയിരുന്നു. ആകയാൽ യഹൂദന്മാരുടെ മഹാപുരോഹിതന്മാർ പീലാത്തോസിനോട് യഹൂദന്മാരുടെ രാജാവ് എന്നല്ല, ഞാൻ യഹൂദന്മാരുടെ രാജാവ് എന്ന് അവൻ പറഞ്ഞു എന്നത്രേ എഴുതേണ്ടത് എന്ന് പറഞ്ഞു. അതിന് പീലാത്തോസ് ഞാൻ എഴുതിയത് എഴുതി എന്നുത്തരം പറഞ്ഞു. ഇവിടെ യേശുവിനെ ക്രൂശിച്ചു കഴിയുമ്പോൾ അത് മീതെയുള്ള കുറ്റം എഴുതി വെച്ചത് ഇവൻ യഹൂദന്മാരുടെ രാജാവ് എന്നായിരുന്നു. 3 ഭാഷകൾ എഴുതി. അന്നത്തെ പ്രബലമായിരിക്കുന്ന 3 ഭാഷ. ഒന്ന് യഹൂദന്റെ മതഭാഷയായിരിക്കുന്ന അവന്റെ ഭാഷയായിരിക്കുന്ന എബ്രായ ഭാഷ, യഹൂദന്റെ ഭാഷ. 2 റോമ ഭാഷ, അന്നത്തെ സാമ്രാജ്യത്വമായിരിക്കുന്ന റോമൻ ഭാഷ. 3ാമത് യവന ഭാഷ എന്ന് പറഞ്ഞ ജാതികളുടെ ഭാഷ. ഇത് 3ഉം സകല മനുഷ്യരെയും ഉൾക്കൊള്ളുന്നതാണ്. യഹൂദനെയും റോമൻ സാമ്രാജ്യത്തെയും സകല മനുഷ്യരെ ഉൾക്കൊള്ളുന്ന 3 ഭാഷകളിൽ, അന്നത്തെ പ്രബലമായിരിക്കുന്ന 3 ഭാഷകളിൽ ഒരൊറ്റ എഴുത്തെഴുതി ഇവൻ യഹൂദന്മാരുടെ രാജാവെന്ന് കുറ്റപത്രം എഴുതി വെച്ചു. ഇത് വായിച്ച് നഗരത്തിലൂടെ പോയവർ വായിച്ചിട്ട് പറഞ്ഞു, അങ്ങനെയല്ല എഴുതേണ്ടത്,
എഴുതിയത് തെറ്റിപ്പോയി, ഇവൻ ഞാൻ യഹൂദന്മാരുടെ രാജാവെന്ന് ഇവൻ പറഞ്ഞു എന്നാ എഴുതേണ്ടതാണ് കുറ്റം. പക്ഷേ ദൈവം അങ്ങനെ അവനെ കൊണ്ട് എഴുതാൻ സമ്മതിച്ചില്ല. പീലാത്തോസ് പറഞ്ഞു, ഞാൻ എഴുതിയത് മാറ്റമില്ലാത്തതാ, എഴുതേണ്ടത് എഴുതത്തുള്ളൂ, എഴുതേണ്ടത് എഴുതുവാൻ ദൈവം അനുവദിച്ചതാ. ദൈവം അനുവദിച്ച് എഴുതിച്ചാൽ അത് മാറ്റം ഉണ്ടാകത്തില്ല. ആര് വാദിച്ചാലും അത് മാറ്റം ഉണ്ടാകത്തില്ല. ദൈവം എഴുതിച്ചാൽ അത് ഫൈനലാ. അതുകൊണ്ട് പറഞ്ഞു, അങ്ങനെയാണ് അത് പറഞ്ഞ് അവനത് ഒഴിവാട്ടിടയാത്ത വന്നു. ആ പടയാളികൾ യേശുവിനെ ക്രൂശിച്ച ശേഷം അവന്റെ വസ്ത്രം എടുത്തു. ഓരോ പടയാളികൾക്ക് ഓരോ പങ്കായിട്ട് 4 പങ്കാക്കി. അങ്കിയും എടുത്തു. അങ്കിയോ തുന്നലില്ലാതെ മേൽ തൊട്ട് അടിയോളം മുഴുവൻ നെയ്തതായിരുന്നു. ഇത് കീറരുത്, ആർക്ക് വരും എന്ന് ചീട്ടിടുക എന്നവർ തമ്മിൽ പറഞ്ഞു. എന്റെ വസ്ത്രം അവർ പകുത്തെടുത്തു, എന്റെ അങ്കിക്കായി ചീട്ടിട്ടു എന്നുള്ള തിരുവഴുത്തിന് ഇതിനാൽ നിവൃത്തി വന്നു. പടയാളികൾ ഇങ്ങനെയൊക്കെയും ചെയ്തു. യേശുവിനെ കുറിച്ച് ശേഷമായി അവർ ചെയ്തത് 22-ാം സംഗീതത്തിൽ പറഞ്ഞിരിക്കുന്ന പോലുള്ള കാര്യങ്ങൾ. യേശുവിനെ അവന്റെ വസ്ത്രത്തിനായി അവർ എന്ത് ചെയ്തു? അവർ എന്റെ വസ്ത്രം പകുത്തെടുത്തു, എന്റെ അങ്കിക്കായി ചീട്ടിട്ടു എന്നുള്ള വചനം നിവൃത്തിയിരിക്കാൻ ഇടയായിരുന്നു. യേശുവിനെ ക്രൂശിച്ച സമയം മുതൽ അവൻ മരിക്കുന്നവരെയുള്ള 7 മൊഴികൾ വേദത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനകത്ത് 3 പ്രധാന മൊഴികൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് യോഹന്നാൻ ആയിരിക്കുമ്പോൾ, ഒരു മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത് മത്തായിയും മർക്കോസുമാണ്. അവരാണ് ആദ്യത്തെ പ്രഥമ മൊഴി രേഖപ്പെടുത്തിയ അവർ രണ്ടുപേരുമാണ്. ബാക്കി 3 മൊഴികൾ രേഖപ്പെടുത്തിയ ലൂക്കോസിന്റെ സുവിശേഷത്തിലാണ്. അപ്പോൾ 3 മൊഴികൾ യോഹന്നാൻ രേഖപ്പെടുത്തിയിരിക്കുന്നു, 3 മൊഴികൾ ലൂക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നു, ഒരു മൊഴി മത്തായി എഴുതിയ സുവിശേഷത്തിലും മർക്കോസ് എഴുതിയ സുവിശേഷത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ ഇവിടെ ആദ്യമായി യേശു ക്രൂശിതനായി തീർന്ന സമയത്ത് യേശു അവിടെ പറഞ്ഞതിനെ കുറിച്ച് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒന്നാമതായി പറഞ്ഞിരിക്കുന്നത് ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ അത് കാണാൻ സാധിക്കും. ഒന്നാമതായി പറഞ്ഞിരിക്കുന്നത് ലൂക്കോസ് എഴുതിയ സുവിശേഷം അതിന് 23-ാം അധ്യായം 34-ാം വാക്യമാണ്. തലയോടിടം എന്ന സ്ഥലത്ത് എത്തിയപ്പോൾ അവർ അവിടെ അവനെയും ദുഷ്പ്രവർത്തിക്കാരെയും ഒരുത്തനെ വലത്തും ഒരുത്തനെ ഇടത്തുമായി ക്രൂശിച്ചു. എന്നാൽ യേശു, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായികൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് യേശുവിനെ ക്രൂശിച്ച സമയത്ത് പ്രാരംഭത്തിൽ പറഞ്ഞിരിക്കുന്ന 7 മൊഴിയിൽ ഒന്നാമത്തെ മൊഴി. പിതാവ്, ഇവർ ചെയ്യുന്നതെന്ന് ഇവർ അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് യേശു പറഞ്ഞതാണ് ഏറ്റവും പ്രാരംഭമായിട്ടുള്ള കാര്യം. ലൂക്കോസ് സുവിശേഷത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് ഇവർ അറിയായതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ ഇത് ഇവനെ ക്രൂശിക്കുന്ന സമയത്ത് സംഭവിച്ചതാണ്. അതിന് തുടർന്നുള്ള ഭാഗം നമുക്ക് കാണുമ്പോൾ അനന്തരം അവർ വസ്ത്രം പകുത്തെടുത്തു, ജനം നോക്കിക്കൊണ്ടു നിന്നു. ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു വിടുന്നൊക്കെ പറഞ്ഞ് അവനെ കളിയാക്കിയാണ് യഹൂദന്മാരുടെ രാജാവിന് മേലെടുത്തോൻ്റെ ഉണ്ടായിരുന്നു. അതിന്റെ 39 വാക്യങ്ങൾ വായിക്കുമ്പോൾ രണ്ടാമത്തെ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ മൊഴിയുടെ സന്ദർഭമാണ്. അത് യേശുവിനെ ക്രൂശിച്ച 2 വ്യക്തികൾ ഇടത്തും വലത്തുമായിട്ടുണ്ടായിരുന്നെങ്കിൽ ആദ്യം 2 പേരും അവനെ ദുഷിച്ചു പറഞ്ഞെങ്കിലും 33 യേശു ക്രിസ്തു ഇത് പറഞ്ഞപ്പോൾ, യേശു, പിതാവ്, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായികൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞപ്പോൾ ആ അതിവേദനയിൽ ഒരു തെറ്റും ചെയ്യാത്ത യേശു ആ സമയത്ത് ഇവരോട് ക്ഷമിക്കണമേ എന്നുള്ള ആ പറച്ചിൽ കേട്ടപ്പോൾ ക്ഷമിക്കുന്നവനാണ് ദൈവം എന്ന് ഈ ദുഷ്പ്രവർത്തിക്കാൻ ഒരുത്തനും മാനസാന്തരമുണ്ടായി. അവിടെ യേശു പറഞ്ഞു, പിതാവ്, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായികൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞപ്പോൾ യേശു എന്ന മധ്യസ്ഥന് ക്ഷമിക്കാൻ ഉള്ള അധികാരമുണ്ട്. അവൻ പറഞ്ഞാൽ ക്ഷമിക്കും എന്നുള്ളത് ഒരുവൻ മനസ്സിലായി. ദൈവത്തിന്റെ വചനം എല്ലാവർക്കും മനസ്സാകത്തില്ല. ദൈവത്തിന്റെ വചനം മനസ്സാകണമെങ്കിൽ അത് ഹൃദയത്തിന്റെ അകത്തേക്ക് വീഴണം. യേശു പറഞ്ഞത്, പിതാവ്, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായികൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞപ്പോൾ അവിടെ കൂടി വന്ന ആർക്കും ഒരു മാറ്റമുണ്ടായില്ല. യേശുവിനെ ക്രൂശിക്കാൻ വന്ന മഹാപുരോഹിതന്മാർക്കും മറ്റാർക്കും ഒരു മാറ്റമുണ്ടായില്ല. എന്നാൽ ഈ സന്ദേശം കേട്ടവനായ യേശുവിന്റെ ശബ്ദം ഞാൻ വിചാരിക്കുന്നത് ഒരു ശക്തിയുള്ള വചനമായി അത് ഒരുവന്റെ ചെവിയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ അവന് മനസ്സിലായി, ക്ഷമിക്കാൻ കഴിവുള്ളത്, പാപം ക്ഷമിക്കുവാൻ കഴിവുള്ള ഒരുവനാണ്
എന്റെ അടുക്കൽ കിടക്കുന്നെന്ന് അവന് മനസ്സിലായി. ഇത് രാത്രിയിൽ ഒന്നാമത്തെ മൊഴിയുടെ ഏറ്റവും പരപ്രധാനമായ ലക്ഷ്യം ലോകത്തെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ക്ഷമിക്കുവാൻ കഴിവുള്ളത് സ്വർഗീയ ദൈവത്തിന് മാത്രമേ ക്ഷമിക്കാൻ കഴിയത്തുള്ളൂ. അത് ക്ഷമിക്കണമെങ്കിൽ പിതാവാം ദൈവത്തോട് പുത്രനാം ദൈവം പറയണം, രാത്രിയിൽ നമ്മുടെ പാപം ക്ഷമിച്ചത് യേശുക്രിസ്തു നമുക്ക് വേണ്ടി മധ്യസ്ഥനായി. ദൈവമേ, ഇവർ ചെയ്തത് ഇതുവരെ ചെയ്തത് ഇവർ അറിയായിക ചെയ്തുകൊണ്ട് ക്ഷമിക്കണമേ എന്ന് പറയുമ്പോഴാണ് ഒരു മനുഷ്യന്റെ പാപം ക്ഷമിക്കുന്നത്. ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെടുമ്പോൾ യേശു കാൽവരിയിൽ സംസാരിച്ച വചനം അത് നിവർത്തീകരിക്കപ്പെടുകയാ. അതെ, കർത്താവ് പറഞ്ഞു, ഇവർ ചെയ്യുന്നില്ലെന്ന് അറിയായി കൊണ്ട് ഇവർ ക്ഷമിക്കണമേ. അന്നേരം അവിടെ ചെയ്ത കാര്യം അത് ക്ഷമിക്കണമേ, അല്ലെങ്കിൽ ഇവരെന്താണ് ചെയ്യുന്നവർ അറിയുന്നില്ല, അത് ക്ഷമിക്കണമേ എന്ന് പറയുമ്പോൾ ഇന്ന് രാത്രി ഞാൻ ഒരു കാര്യം ആത്മാവ് വിളിച്ചു പറയുക. ക്ഷമിക്കണമെങ്കിൽ ദൈവത്തിന് മാത്രമേ ക്ഷമ നൽകാൻ കഴിയത്തുള്ളൂ. ലോകത്തുള്ള ഒരു മനുഷ്യർക്കും ക്ഷമിക്കാൻ കഴിയത്തില്ല, മറ്റാർക്കും മധ്യസ്ഥനാകാൻ കഴിയത്തില്ല. മനുഷ്യപാപത്തിന് വേണ്ടി ആകാശത്തിനും ഭൂമിക്കും മീതെ 3 ആണികളിൽ 2 ദുഷ്പ്രവർത്തിക്കാരുടെ ഇടയിൽ തൂക്കപ്പെട്ട യേശുവിനും മാത്രമേ ക്ഷമിക്കുവാൻ കഴിയത്തുള്ളൂ. അവൻ പിതാവും ഒന്നായത് കൊണ്ട് ഇവിടെ പിതാവിനോട് പറയുമ്പോൾ അർത്ഥം ക്ഷമിക്കേണ്ടവൻ ക്ഷമിക്കും. കാരണം അവൻ മനുഷ്യനായി, ആ സമയത്ത് മനുഷ്യനായതുകൊണ്ടാണ് ഇപ്രകാരം പറഞ്ഞത്, ഞാൻ ഇവർക്ക് വേണ്ടി മനുഷ്യനായി പാപം വഹിച്ചുകൊണ്ട് ഇവർക്ക് വേണ്ടി ഇടം നിൽക്കുന്നത് കൊണ്ട് നീ ഇവരോട് ക്ഷമിക്കണമേ എന്ന്. ഈ സന്ദേശം മറ്റുള്ളവർ ഉൾക്കൊണ്ടില്ലെങ്കിലും അന്ന് അതുകൊണ്ട് പ്രയോജനപ്പെടുത്തിയൊരു വ്യക്തിയാണ് യേശുവിനോട് ക്രൂശിക്കപ്പെട്ട ആ വ്യക്തി. അതിനെക്കുറിച്ച് പറയുന്നത്, തൂക്കിയ ദുഷ്പ്രവർത്തിക്കാൽ ഒരുത്തൻ, നീ ക്രിസ്തു അല്ലയോ, നിന്നെ തന്നെയും ഞങ്ങളെ രക്ഷിക്കുക എന്ന് പറഞ്ഞ് അവനെ ദുഷിച്ചു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, ഒരുത്തൻ പറയുക, നീ വലിയ ആളല്ലേ. കാരണം ഇവർക്ക് അത്ര ഇടിയൊന്നും കിട്ടിയില്ല. കാരണം ഇവർക്ക് എങ്ങനെ സംസാരിക്കാൻ തോന്നുന്നു കഴിഞ്ഞാൽ അർത്ഥം, യേശുവിനെ ക്രൂശിക്കാൻ കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ അവനെ അടിച്ച് അവന്റെ പദം വരുത്തി അവന്റെ മേൽ ചെയ്യാവുന്ന സകല ദ്രോഹങ്ങൾ ചെയ്തിട്ട യേശുവിനെ വലിയ ക്രൂശും ചുമപ്പിച്ചു കൊണ്ടുവന്നത്. സാധാരണ ഈ ക്രൂശ് ചുമപ്പിച്ചുകൊണ്ടല്ല കൊണ്ടുപോകുന്നത്, അതവിടെ കൊണ്ടുവന്ന് ക്രൂശിച്ചാൽ മതി. പക്ഷേ ക്രിസ്തുവിനെ ക്രൂശ് ചുമപ്പിച്ചു കൊണ്ടുപോയി അതിക്രൂരമായി മർദ്ദിച്ച് അവൻ വീണും എഴുന്നേറ്റും അത്രമാത്രം ക്ഷീണിതനായി എന്നെ ഇനിങ്ങനെ പാവം മാറ്റുവാൻ വേണ്ടി വീണു എഴുന്നേറ്റ കാൽവറിയിൽ കുരിശുമായി ചുമന്നുകൊണ്ട് ഗോൽഗോത്തായെ തലയോടിടമെന്നർത്ഥമുള്ള അതിനു മുമ്പ് മരിച്ചുപോയ അനേകരുടെ തലയോട്ടികൾ കൂട്ടിയിട്ടിരിക്കുന്ന സ്ഥലത്താണ് യേശു ക്രൂശിക്കപ്പെട്ടത്. കാരണം ഒരുവൻ മരിച്ചു കഴിഞ്ഞാൽ അവൻ കുറ്റവാളിയാകും, ആരും അവനെ എടുക്കാൻ കാണത്തില്ല. അവരുടെ തലയോട്ടികൾ അവിടെ കൂട്ടിയിടുന്നതിനാണ് തലയോടിടമെന്ന് അർത്ഥമുള്ളത്. യേശുവിന്റെ തലയോട്ടിയോടെ ഇടുമെന്നാ വിചാരിച്ചത്. പക്ഷേ തലയോടിടുന്ന അർത്ഥമുള്ള ആ തലയോടുകൾ കിടക്കുന്ന സ്ഥലത്ത് ക്രൂശിക്കപ്പെട്ട അനേകരുടെ മാംസം അഴുകിപ്പോയി, അസ്ഥികൾ അത് ദ്രവിച്ചുപോയി, തലയോടികൾ അവിടെ കിടക്കുക. അത്രമാത്രം ആ ഭീകരമായിരിക്കുന്ന ഒരു സ്ഥലത്ത് യേശു ക്രൂശിക്കപ്പെടുമ്പോൾ എല്ലാവരും വിചാരിച്ചത് യേശുവും അവരെ പോലെ ഒരുവനായി തീരുമെന്ന. ഇവർ വിചാരിച്ചതു, നീയും രക്ഷിക്കും, നിന്നെ രക്ഷിക്കും, ഞങ്ങളെ രക്ഷിക്കുമെന്ന് പറഞ്ഞ് അവനെ ദുഷിച്ചു. മറ്റവനോ അവനെ ശാസിച്ചു. സമശിക്ഷാവിധിയിൽ തന്നെ ആയിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? യഥാർത്ഥമായ ജ്ഞാനം, ഒരുവന് ജ്ഞാനം വന്നു, ദൈവഭയം വന്നു. എവിടെ ദൈവഭയം വന്നു അവിടെ ജ്ഞാനമുണ്ടാകും, അറിവുണ്ടാകും. യഥാർത്ഥമായ അറിവുണ്ടാകുന്നത് ദൈവഭയത്തിൽ നിന്ന്. അവന് മനസ്സിലായി, അവന്റെ ഹൃദയത്തിനകത്ത് മാനസാന്തരമുണ്ടായി, ജ്ഞാനമുണ്ടായി. അതുവരെയും അവന് ക്രിമിനോളജി അറിയാവുന്നത്, കുറ്റവാസന ഉണ്ടായിരുന്നത്, കുറ്റം എങ്ങനെ നടത്താം എന്നുള്ള ജ്ഞാനമാണ് ഉണ്ടായിരുന്നത്. യേശുവോട് ക്രൂശിക്കപ്പെട്ട ആ കുറ്റവാളിക്ക് അന്ന് വരെ ഉണ്ടായിരുന്നത് എങ്ങനെ കൊള്ളയടിക്കാം, എങ്ങനെ കുറ്റം ചെയ്യാം, എങ്ങനെ എന്താണോ ചെയ്യുന്നത് അതിൻ്റെ അകത്തവൻ അവർ മാസ്റ്റേഴ്സ് ആയിരുന്നു. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് അവർ അറിവുള്ളവരായിരുന്നു. നമുക്കറിയാമല്ലോ, ഓരോ കൊലയാളികളും ഓരോരുത്തരും ചെയ്യുന്നതൊക്കെ അതിൻ്റെ അകത്ത് എത്രമാത്രം പ്രാവീണ്യം, എത്രമാത്രം കഴിവുള്ളവരവര്. ഇവർ രണ്ടുപേരും അന്നത്തെ ആ കാലഘട്ടത്തിൽ ദുഷ്പ്രവൃത്തി ചെയ്യുന്നതിൽ മാസ്റ്റേഴ്സായ രണ്ടുപേരാ. അവന് അതിനകത്ത് വലിയ ജ്ഞാനമുള്ളവർ, രണ്ടുപേരും ഒരുപോലെ തെറ്റ് ചെയ്തവരാ. എന്നാൽ ദൈവഭയമായിരിക്കുന്ന ദൈവജ്ഞാനം അവനിലേക്ക് വരികയാണ്. അവൻ പറയുകയാണ്, ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? മരണസമയത്തെങ്കിലും ദൈവത്തെ ഭയപ്പെടാൻ ഭാഗ്യം ലഭിച്ച ആ പ്രിയപ്പെട്ടവനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇന്ന് രാത്രി പ്രിയപ്പെട്ടവർ, അന്ന് ലോകത്ത് ജീവിച്ചിരുന്നതിൽ ഏറ്റവും ഭാഗ്യമുള്ള ഒരു വ്യക്തിയായിരുന്നു
ദൈവജ്ഞാനം പ്രാപിച്ചവൻ. ദൈവത്തിന്റെ ഭയമുള്ളത് കൊണ്ട്, ദൈവഭയം വന്നതുകൊണ്ട് അവൻ മറ്റവനോട് പറഞ്ഞു, നിനക്ക് ഒന്നും അറിയത്തില്ല, നിനക്കൊന്നും മനസ്സിലാകത്തില്ല, നിനക്ക് മാനസാന്തരമില്ല, നിന്റെ ഹൃദയത്തിൽ ദൈവഭയമില്ല. പക്ഷേ എനിക്ക് ഇവന്റെ ശബ്ദം കേട്ടപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഇവൻ നീതിമാനാണ്, ഇവൻ ക്ഷമിക്കുന്നവനാ, ഇവൻ രാജാവാണ്, ഇവൻ വാഴുവാൻ വരുന്നവനാണ് എന്നുള്ള ചിന്ത അവന്റെ ഉള്ളിലേക്ക് വരുവാൻ ഇടയാത്തീർന്നു. രാത്രിയിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, അനേകർക്കിന്നും ഈ ജ്ഞാനം ലഭിച്ചിട്ടില്ല. ഇന്നും അവർക്ക് ദൈവഭക്തി എന്താണെന്ന് അറിയത്തില്ല. യഥാർത്ഥമായ ദൈവഭക്തി എന്ന് പറഞ്ഞാൽ അത് ജ്ഞാനം ആണ്, അതൊന്ന് മാനസാന്തരമാണ്, അതവിടെ വെളിപ്പെടുകയാണ്. ക്രിസ്തുവിന്റെ സാന്നിധ്യം അവനെ ജ്ഞാനിയാക്കി മാറ്റുവാൻ ഇടയാത്തീർന്നു. അവൻ പറഞ്ഞു, ഭയപ്പെടുന്നില്ലയോ, നാമോ ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു. പറയുക, തെറ്റ് ചെയ്തിട്ടുണ്ടാ നമ്മള്. ഞാൻ പറഞ്ഞത്, നമ്മൾ തെറ്റ് ചെയ്തവരാടാ, നാം ഇത് അനുഭവിക്കേണ്ടതാ. അതാണ് മാനസാന്തരം. പാപം ഇല്ല എന്നല്ല, അവൻ സമ്മതിക്കുക. ഇന്ന് രാത്രിയിൽ ക്രൂശിലെ മാനസാന്തരം യഥാർത്ഥമായൊരു മാനസാന്തരമാണ്. അവൻ പഠിപ്പിക്കുകയാണ്. അവൻ ജ്ഞാനം, ദൈവഭയം വന്നപ്പോൾ അവൻ ജ്ഞാനിയായി. അവൻ ലോകത്തെ പഠിപ്പിക്കുക. അവൻ പറയുക, നാമോ ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു. ഇന്ന് രാത്രി നമുക്ക് പറയാൻ സാധിക്കും, ന്യായമായിട്ട് നമ്മൾ ഓരോരുത്തരും ശിക്ഷ അനുഭവിക്കേണ്ടവരായിരുന്നു. എന്നാൽ എൻ്റെ യേശു ഒരു ശിക്ഷയും ഏൽക്കേണ്ടവനായിരുന്നില്ല. തുറന്ന് പറയുകയാണ്, ശിക്ഷ ഞാൻ അനുഭവിക്കുന്നു, നാം പ്രവർത്തിച്ചതിന് യോഗ്യമായതല്ലോ കിട്ടുന്നത്. അവൻ പറഞ്ഞു, ഇത് നമുക്ക് യോഗ്യമായതാ, കിട്ടേണ്ടതാ, നാം ചെയ്തതിന് കിട്ടേണ്ടതാ, തക്കതാ കിട്ടുന്നത്. അവൻ സമ്മതിച്ച് പാപിയാന്ന് മനസ്സിലാക്കി ദൈവത്തിന് സമ്മതിക്കുക. അവൻ ന്യായവാദം ഒന്നും പറഞ്ഞില്ല, മിടുക്കനാന്ന് പറഞ്ഞില്ല, ഒന്നും ചെയ്തിട്ടില്ലെന്നല്ല പറഞ്ഞത്. എന്നിട്ടോട് പറഞ്ഞു, നമുക്കറിയാമല്ലോ, എനിക്ക് മറച്ചു വെക്കേണ്ട ആവശ്യം നിനക്ക്, നമ്മൾ ഒരുമിച്ച് ഒരുപോലെ ചെയ്ത ആൾക്കാരാ, ദുഷ്പ്രവർത്തിക്കാരാ. എന്നാൽ എനിക്കൊരു മനസ്സിലായി ഇതിൻ്റെ അകത്തൊരു വ്യത്യസ്തതയുണ്ടെന്നുള്ളത്. പറയാം, നമുക്ക് ന്യായമായിട്ട് നാം പ്രവർത്തിച്ച യോഗ്യമായതാ കിട്ടുന്നത്. ഇവനോ അരുതാത്തത് ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. യേശു നീതിമാനെന്ന് പറയുന്നതിനേക്കാൾ വലിയ ഒരു ജ്ഞാനമില്ല. രാത്രി എത്ര പേർക്ക് പറയാൻ സാധിക്കും, എൻ്റെ യേശു നീതിമാനാണ്, അവനൊരു കുറ്റവുമില്ല. യേശു നീതിമാനെന്ന് ക്രൂശിൽ കിടന്ന അവസാന സമയത്ത് ഈ വ്യക്തി പറഞ്ഞു. ഞാൻ ഇതിനു മുമ്പ് പല പ്രാവശ്യം ഈ ഇതേക്കുറിച്ച് മെസ്സേജ് എടുത്തിട്ടുണ്ടെങ്കിലും ഇന്ന് രാത്രി സന്ദേശം മറ്റൊരു ആംഗിളിൽ ദൈവാത്മാ സംസാരിക്കുക. യഥാർത്ഥമായ ജ്ഞാനം അവനിൽ വന്നു. അവൻ പറഞ്ഞു, യേശു നീതിമാനാ, മനുഷ്യൻ മുഴുവൻ പാപികളാ എന്ന് ലോകത്തോട് വിളിച്ചു പറയുകയാണ്. അത് ആദമി വംശത്തിൽ പറന്ന സകല മനുഷ്യരും പാപികളാ, കൊടും പാപികളാ, നരകവിധിക്ക് യോഗ്യരാ, നിത്യനരകാഗ്നിയിൽ പോകേണ്ടവരാ, സമശിക്ഷാവധിയിൽ അകപ്പെട്ടവരാ അത് പറഞ്ഞു. എന്നാൽ എൻ്റെ അടുത്ത് കിടക്കുന്നവൻ, നമ്മുടെ മധ്യഭാഗത്ത് കിടക്കുന്നവൻ നമ്മെപ്പോലുള്ളവനല്ല. അവൻ വ്യത്യസ്തനാണ്. അവൻ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല. കാരണം യേശുവിൻ്റെ വായിലെ വാക്ക് കേട്ടപ്പോൾ അവന് മനസ്സിലായി, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞപ്പോൾ ആ വാക്കിൽ അടങ്ങിയിരുന്ന ദൈവകൃപയുടെ, ദൈവകരുണയുടെ ആഴം മനസ്സിലാക്കി. കരുണ ന്യായവിധിയെ ജയിച്ച് പ്രശംസിക്കുന്നതെന്ന് പറഞ്ഞ പ്രകാരം യേശുവിന്റെ കരുണാർദ്രമായ ആ വാക്കുകൾ ന്യായവിധിയെ ജയിച്ച് പ്രശംസിപ്പാൻ അവിടെ ഇടയാക്കി തീർക്കുകയാണ്. രാത്രിയിൽ ഞാൻ ആ വ്യക്തിയുടെ മാനസാന്തരത്തെ ഓർക്കുകയാണ്. അവനോട് പറഞ്ഞില്ല, കർത്താവേ, അവൻ മറ്റൊന്നും പറഞ്ഞില്ല, എന്നെ ഇതിൽ നിന്ന് വിടുവിക്കണമെന്നല്ല പറഞ്ഞത്, എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കി വിടണം, എന്നെ നീ യേശു സാധാരണ രീതിയിൽ യേശു ദൈവമാണെന്ന് പറഞ്ഞ് വിടുവിക്കുന്നതാണ് കണ്ടു കഴിഞ്ഞാൽ അന്നെ പറഞ്ഞാൽ എന്നെ ഇവിടെ സ്വതന്ത്രമാക്കണം, എന്നെ നീ രക്ഷിക്കണമെന്ന് പറഞ്ഞാൽ മതി. അത് പറഞ്ഞില്ല, മരിക്കാൻ തയ്യാറായിരുന്നു. അവൻ പറയുകയാണ്, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, അരുതാത്തൊന്നും ചെയ്യാത്ത നീതിയുടെ രാജാവാണ്. ഒരു രാജാവ് നീതിയോടെ വാഴും എന്നുള്ള കാഴ്ചപ്പാട് അവന് കിട്ടുവാനിടയാത്തുള്ളൂ. നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു. യേശു അവനോട് രണ്ടാമത്തെ മൊഴിയായി യേശു പറഞ്ഞു, നീ ഇന്ന് എന്നോട് കൂടെ പറുദീസയിലിരിക്കും എന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. രണ്ടാമത്തെ മൊഴിയോടുകൂടി
ഞാൻ ഇന്നത്തെ ക്ലാസ്സിന് വിരാമം പിടിക്കുക. കാരണം പല സ്ഥലങ്ങളിൽ കറണ്ട് ഇല്ലാത്തതുകൊണ്ടും ബുദ്ധിമുട്ടുള്ളതുകൊണ്ടും ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കും. ദൈവം വെച്ചാൽ നാളെ നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങൾ ചിന്തിക്കാം. ഇന്ന് രാത്രിയിൽ അവിടെ രണ്ടാമത് യേശു തിരുവായി മൊഴിഞ്ഞ് ക്രൂശിൽ കിടന്ന് മൊഴിഞ്ഞത് അവനോട് പറയുകയാണ്, ഇന്ന് നീ എന്നോട് കൂടെ പറുദീസയിലിരിക്കും. ലോകത്തിൽ അതുവരെ കേൾക്കാത്ത ഒരു ശബ്ദമായിരുന്നത്, ന്യായപ്രമാണത്തിന് പറയാൻ കഴിയാതിരുന്നത്, ഒരു വ്യക്തിക്ക് പോലും പറയാൻ കഴിയാതിരുന്നത്. യേശു പറുദീസയുടെ വാതിൽ തുറക്കുന്ന ശുശ്രൂഷ അവിടെ ചെയ്തു. അവൻ തുറന്നാൽ ആർക്കും അടയ്ക്കാൻ കഴിയത്തില്ല. അന്ന് വരെ തുറക്കപ്പെടാതെ കിടന്ന പറുദീസയുടെ വാതിൽ ദൈവം തുറന്നു കൊടുത്തത് അവനോട് കൂടെ ക്രൂശിക്കപ്പെട്ട ദുഷ്പ്രവർത്തിക്കാരിൽ ഒരുവൻ മാനസാന്തരപ്പെടുന്ന ജ്ഞാനവനുണ്ടായപ്പോൾ, ദൈവഭയമുണ്ടായപ്പോൾ, യേശു ആരാകുന്നെന്നും പിതാവാം ദൈവം ആരാകുന്നെന്നും യേശു ആരായി ഭാവിയിൽ വരും എന്നുള്ള കാഴ്ചപ്പാടുമുണ്ടായപ്പോൾ അവൻ വിളിച്ചു പറഞ്ഞു, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ. അവൻ ആ പ്രാർത്ഥനയ്ക്കകത്തെല്ലാം അടങ്ങിയിരുന്നു. കർത്താവേ, ഞാൻ ചെയ്തതെല്ലാം എന്നോട് ക്ഷമിക്കണം. നീ എന്നെ നിന്റെ രാജ്യത്വം ഏറ്റു വരുമ്പോൾ നീ എന്നെ കൂടി ഓർത്തുകൊള്ളണം. അവൻ ആ പറഞ്ഞതിൻ്റെ അകത്ത് സകലതും അടങ്ങിയിട്ടുണ്ടായിരുന്നു. അവൻ ദീർഘമായിട്ടൊന്നും അവിടെ പ്രാർത്ഥിച്ചില്ല, ദീർഘമായിട്ടൊന്നും അവൻ പറഞ്ഞില്ല. ഒരൊറ്റ കാര്യം പറഞ്ഞുള്ളൂ, യേശു നീതിമാനാ. ആ നീതിമാനായിരിക്കുന്ന യേശു എനിക്ക് വേണ്ടിയാ മരിക്കുന്നത്. നീ രാജ്യത്വം പ്രാപിച്ചു വരും. ഇവിടെ ഈ പറയുന്നതും ആക്രോശിക്കുന്നതുമെല്ലാം അവർക്ക് അറിവില്ലാത്തത് കൊണ്ടാണ്. യഥാർത്ഥമായ ജ്ഞാനം എനിക്ക് ദൈവം തന്നിട്ടുണ്ടോ എന്നുള്ള കാഴ്ചപ്പാടിൽ വിളിച്ചു പറഞ്ഞു. മറ്റോട് പറഞ്ഞു, നീ മിണ്ടരുത്. ഈ നാം ചെയ്യേണ്ടതാ ചെയ്തത്. നാം ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരാ, നാം അതിന് യോഗ്യരായിട്ടുള്ളവരാ. എന്നാൽ ഇവൻ അരുതാത്തൊന്നും ചെയ്തിട്ട് നീതിമാനായിട്ടുള്ളവനാ. നീതിമാനായിട്ടുള്ള നിങ്ങൾ മരിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പിറകിൽ ഒരു കാരണം കൂടിയുണ്ട്. നമ്മെ വീണ്ടെടുക്കാൻ വേണ്ടിയാ, നമ്മെ വിടുവിക്കാൻ വേണ്ടിയാന്നുള്ള ജ്ഞാനം മനസ്സിലാക്കിയവൻ പറഞ്ഞു, ഇവിടം കൊണ്ട് അസ്തമിക്കുകയില്ല. യേശു ഈ തലയോടിയുടെ കിടക്കുന്ന തലയോട്ടികൾ ഒരുപാട് കിടക്കുന്നുണ്ട്. അവിടെ എന്റെ തലയോട്ടി കാണും, പക്ഷേ അത് യേശുവിന്റെ തലയോട്ടി അവിടെ കാണത്തില്ല. ഇവൻ രാജാവായി വരേണ്ടതാ. പക്ഷേ എന്റെ തലയോട്ടി ഇവിടെ വീണ് കിടന്നാൽ എന്നെ എവിടെ ഇട്ടാലും എനിക്ക് ഒരു ഉറപ്പുണ്ട്, എന്റെ യേശു വരുമ്പോൾ അവൻ എന്നെ ഓർത്തുകൊള്ളുമെന്ന്. രാത്രിയിൽ എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? അതെ, മരണത്തെങ്കിൽ ഏറ്റവും അധികമായി ഭാഗ്യപദവി ലഭിച്ച ആ വ്യക്തി യേശു പറഞ്ഞു, ഇതുവരെ ആർക്കും പറുദീസായി പ്രവേശിക്കാൻ കഴിഞ്ഞിട്ടില്ല, എന്നാൽ ഇന്ന് നീ എന്നോട് കൂടെ പറുദീസയിലിരിക്കുമെന്ന് യേശുവോട് പറഞ്ഞു. നമ്മുടെ കരങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ കർത്താവ് രണ്ടാമതായി കാൽവറിയിൽ വെച്ച് ക്രൂശനായി അവൻ വർത്തമാനം പറഞ്ഞ 7 മൊഴികളിൽ രണ്ടാമത്തെ മൊഴി, ഈ ക്രൂശനായിരിക്കുന്ന ദുഷ്പ്രവർത്തിക്കാൽ ഒരുവൻ നീതിമാനായി കഴിഞ്ഞപ്പോൾ, യേശു ആരാണെന്നുള്ളത് അവൻ ഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ, ദൈവഭയം വന്നപ്പോൾ, ആ ദൈവഭയത്തിന്റെ ജ്ഞാനത്തിൽ അവന് ദൈവരാജ്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ലഭിച്ചു. ദൈവരാജ്യത്തെക്കുറിച്ചുള്ള, സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ലഭിച്ചു. അവൻ പറഞ്ഞു, ഇവിടുത്തെ ആധിപത്യങ്ങളൊക്കെ തീർന്നു പോകും, എല്ലാം തീർന്നു പോകും, എന്നാൽ നീ നിത്യരാജാവായിട്ട് വരും, ഒരു രാജ്യം ഇവിടെ സ്ഥാപിക്കും. അന്ന് വരുമ്പോൾ അതിനു മുമ്പ് എന്നെ കൂടി ഓർത്തുകൊള്ളണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, സകല വിശുദ്ധന്മാരുമായിട്ട് യേശു വരുമ്പോൾ ആ വിശുദ്ധന്മാരിൽ ഇവനും ഉൾപ്പെടുവാൻ എന്നെയും യോഗ്യനാക്കണമേ, കർത്താവേ എന്നെ ഓർക്കണമേ എന്ന് അവൻ പറഞ്ഞെങ്കിൽ, രാത്രി നമുക്ക് പറയാം, കർത്താവേ ഞങ്ങൾക്ക് യാതൊരു യോഗ്യതയുമില്ല, ഞങ്ങൾക്ക് യാതൊരു പദവിയുമില്ല, ഒന്നുമില്ല കർത്താവ്. എന്നാൽ അങ്ങ് മധ്യാകാശത്തിൽ മണവാട്ടി സഭയെ ചേർക്കുവാൻ വരുമ്പോൾ എന്നെ കൂടി ഓർത്തുകൊള്ളണമേ എന്ന് ഇന്ന് രാത്രി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. വചനങ്ങളാൽ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവം വെച്ചാൽ നാളെ തുടർന്ന് നമുക്ക് ദൈവം ചിന്തിക്കാം. 7 മൊഴികളെ കുറിച്ചുള്ള കാര്യങ്ങൾ ചിന്തിപ്പാൻ കർത്താവ് താല്പര്യപ്പെടുന്നു. ദൈവനെ കേട്ട എല്ലാവരോടും കർത്തനാമത്തിൽ നന്ദി പറയുന്നു. ഇന്ന് രാത്രി കണ്ണുകൾ അടയ്ക്കാം. ദൈവത്തിന് നമുക്ക് ഒരു നിമിഷം ഏൽപ്പിച്ചു കൊടുക്കാം, പ്രാർത്ഥിക്കാം. അന്ന് അവൻ പറഞ്ഞത്, നീ എന്നെ ഓർത്തുകൊള്ളണമെന്നാണ്. നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ ഭാവിയിൽ നീ രാജാവായി, ഒരു രാജാവ് നീതിയോടെ വാഴും. ആ ലോകഭരണം ഏറ്റെടുക്കാൻ വേണ്ടി നീ വരുമ്പോൾ എന്നെ കൂടി ഓർത്തുകൊള്ളം എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ അർത്ഥം കർത്താവ് പറഞ്ഞു, പറുദീസയിൽ വസിക്കുന്നവരെല്ലാം എന്നോടുകൂടെ വരാനുള്ളതാ. അതിന്റെ ഒന്നാമത്തവനായിട്ട് ഞാൻ നിന്നെ കണ്ടിരിക്കുക. നീ ഇന്ന് എന്നോടുകൂടെ പറുദീസയിലിരിക്കും. ഇന്ന് രാത്രിയിൽ ആ സന്ദേശത്തിനായി സ്തോത്രം ചെയ്യാം. ഇന്ന് രാത്രി യേശു വരികയാണെങ്കിൽ അവനോടുകൂടെ സ്വർഗ്ഗസിംഹാസനത്തിലിരിക്കുവാൻ വേണ്ടി നമുക്ക് യേശുവിനെ ഓർപ്പിക്കാൻ, കർത്താവേ അങ്ങ് വരികയാണെങ്കിൽ എന്നെ അങ്ങനെ വരവെങ്കിൽ ഓർക്കണമേ. അതായിരിക്കണം നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യം. അത് ആ ജ്ഞാനം ലഭിച്ചവൻ അന്നവിടെ പറഞ്ഞെങ്കിൽ, മറ്റെന്തും പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഇന്നു മുതൽ പ്രാർത്ഥിക്കുക, കർത്താവേ നീ മധ്യാകാശത്ത് വരുമ്പോൾ ഞാൻ ജീവനോടിരുന്നാലും ഞാൻ മരിച്ചാലും
എന്നെ കൂടി ഓർക്കണമേ, എൻ്റെ കുടുംബത്തെ ഓർക്കണമേ, എൻ്റെ പ്രിയപ്പെട്ടവരെ ഓർക്കണമേ എന്ന് നമുക്ക് യേശുവിനെ ോട് പറയാം. ദിവസങ്ങളിൽ ദൈവമായ കർത്താവ് നമ്മെ അതിനായി ഒരുക്കുമാറാകട്ടെ. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.